കുറച്ചങ്ങോട്ട് വേണ്ട. മതി മതി. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سبحانه هو واحد فرد وتر منزه عما على بال خطر. عن أين كيف متى تنزه ذو القدر وإلى متى وعلى متى له الفكر. بالحق معبود لنا منه النصر وله الغنام الكل إلا مفتقر. بالعز منفرد علي مقتدر أهل الكمال بكله أهل الكبر. ആദരണീയരായ ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, കേരളത്തിലുടനീളം ആദർശ സമ്മേളനങ്ങൾ നടത്തുന്നു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം, ആശയം എന്താണ് എന്ന് വിവരിക്കേണ്ടത് സുന്നി പണ്ഡിതന്മാരാണ്. അതവരുടെ ബാധ്യതയാണ്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികൾ തലയും വാലും മുറിച്ച് ചില ക്ലിപ്പുകൾ ഉണ്ടാക്കി സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അതിൻ്റെ കൂടെ ഇതാണ് സുന്നികളുടെ വിശ്വാസം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ ആശയക്കുഴപ്പത്തിലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്, പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശവും ആശയവും എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത്. പറഞ്ഞു ജയിക്കാനുള്ളതല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശ പ്രചരണം, മറിച്ച് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനുമുള്ളതാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബികളും അവരെ പിന്തുടരുന്ന മഹാന്മാരായ സലഫു സാലിഹീങ്ങളായ ഇമാമിങ്ങളും ലോകത്ത് പഠിപ്പിച്ച്
അങ്ങനെ ഹബീബ് നബി തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മുസ്ലിമീങ്ങളുടെ വിശ്വാസവും ആശയവും ആദർശവും ആചാരവും കർമ്മവുമാണ് സുന്നത്ത് ജമാഅത്ത്. അതിനിടയിൽ പല വിഭാഗങ്ങളും ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആശയങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ അതാത് കാലത്ത് പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഇമാമിങ്ങളുടെ എല്ലാം അവർ നിർവഹിച്ച ഡ്യൂട്ടി അതായിരുന്നു. അങ്ങനെ ആ ഡ്യൂട്ടി നിർവഹിച്ച ഇമാമിങ്ങളിൽ വലിയ പ്രമുഖന്മാരാണ് ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും. അവരെ പിന്തുടർന്നുകൊണ്ട് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി, ഇമാം അബൂ മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻഹുമാ, അവരും അവരുടെ പിൻതലമുറയിലായി ഇമാം ഇബ്നുൽ ഫൂറഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ അൽ ബാഖിലാനി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ഇമാമിങ്ങൾ അവരുടെ പിന്നിൽ. ശേഷം ഇമാം അൽ ഹറമൈനി, ഇമാം ഗസാലി, ഇമാം നവവി, ഇമാം റാഫിഈ, അങ്ങനെ എത്രയോ ആയിരക്കണക്കായ വലിയ വലിയ ഇമാമിങ്ങൾ. ആ ഇമാമിങ്ങൾ വിവരിച്ചതാണ് ശരി എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധമാണ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തിർമിദി, ഇമാം ഇബ്നു മാജ, ഇമാം നസായി, ഇമാം നിങ്ങളെല്ലാവരും ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഹദീസ് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ളത്. അതേപോലെ ആ ഇമാമിങ്ങൾ പഠിപ്പിച്ച, സഹാബികൾ പഠിപ്പിച്ച ആശയം ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി, ഇമാം തബരി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഖുർആൻ വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത്. അതാണ് മുഖ്യധാരാ മുസ്ലിമീങ്ങളുടെ വഴി. ആ വഴിയാണ് സത്യപാത എന്ന് പറയുന്നത്. അതിന് പകരം ചില ഘട്ടങ്ങളിൽ പുറപ്പെട്ടു വന്ന പുത്തനാശയക്കാർ പല വിധത്തിലും ഇവിടെ പല കുപ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന് അതാത് കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ നേരിട്ടുകൊണ്ടേയിരുന്നു. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഈ മലപ്പുറം ജില്ലയിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു വലിയ പണ്ഡിതനാണ്. അവിടുന്ന് പണ്ഡിതനാണ്, അവിടുന്ന് കിതാബുകൾ രചിച്ചിട്ടുണ്ട്, ധാരാളം ശിഷ്യന്മാരെ വളർത്തിയെടുത്തിട്ടുണ്ട്. വലിയ മഹാന്മാരിൽ നിന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. വളരെ അദബോടെ ഗുരുത്വത്തോടെ ജീവിച്ചിട്ടുണ്ട്. ആ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പല ആളുകളെയും വിമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് സുബ്ഹാനല്ലാഹ്, ഖബറിന് സുജൂദ് ചെയ്യുന്ന ഒരു ത്വരീഖത്ത് കുണ്ടോട്ടിയിൽ വന്നപ്പോൾ അതിനെതിരെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ശക്തിയായി സംസാരിക്കുകയും ഒരുപാട് പദ്യങ്ങൾ രചിക്കുകയും ചെയ്തു. ശരീഅത്തിന്റെ നിയമമൊന്നും പാലിക്കേണ്ടതില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഉന്നതന്മാരായാൽ പിന്നെ ശരീഅത്തൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വന്നപ്പോൾ അതിനെ മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി പ്രതിരോധിച്ചു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളെയും, ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ ആശയങ്ങളെയും വളരെ ശക്തിയായി പ്രതിരോധിച്ചുകൊണ്ടാണ് കഴിഞ്ഞുപോയ നമ്മുടെ പണ്ഡിതന്മാരെല്ലാം ജീവിച്ച് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നമ്മളിവിടെ പഴയ കാലത്ത് ഏകദേശം ഒരു 30 വർഷം മുമ്പ് ഇവിടെ ഖണ്ഡന പ്രസംഗം നടത്തിയിരുന്നു. നമ്മൾ ആരോടെങ്കിലുമുള്ള വെറുപ്പ് തീർക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു ജയിക്കാനോ
എന്തെല്ലാമോ പറഞ്ഞതല്ല, മറിച്ച് ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ വിവരിച്ച വിഷയങ്ങൾ വസ്തുനിഷ്ഠമായി വിവരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ പറഞ്ഞ ഒരു വിഷയത്തിലും നമുക്ക് പിന്നോട്ട് പോകേണ്ട യാതൊരു ആവശ്യവും ഈ 30 വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല. അത് അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന് നൽകിയ തൗഫീഖാണ്. അതേസമയം ഞാൻ അന്ന് ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് മയ്യിത്ത് മറമാടിയാൽ ഇവിടെയുള്ള സുന്നികളല്ലാത്ത കക്ഷികൾ അവര് തസ്ബീത്ത് ചൊല്ലും. തസ്ബീത്ത് നമ്മളും ചൊല്ലും. തസ്ബീത്ത് ചൊല്ലുമ്പോ അവർ ഉറക്കെയാണ് ചൊല്ലാറുള്ളത്. അങ്ങനല്ലേ ഇവിടൊക്കെ? അല്ലേ? ഉറക്കെയാണ് ചൊല്ലാറുള്ളത്. നമ്മളും ഉറക്കെയാണ് ചൊല്ലാറുള്ളത്. പല സ്ഥലത്തും ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റൊരാള് പിന്നെ അതനുസരിച്ച് ചൊല്ലുകയാണ് പല സ്ഥലത്തും തസ്ബീത്ത് ചൊല്ലുമ്പോൾ പതിവുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ? അല്ലേ? മുജാഹിദിന്റെ മൗലവിമാരോട് ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന വഫാത്ത് ആകുന്നതിന് മുമ്പ് നബി തങ്ങൾ തസ്ബീത്ത് ഖബറിന്റെ അടുക്കൽ വെച്ച് ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ ഏറ്റു ചൊല്ലുകയും ചെയ്യുന്ന ഒരു ഹദീസ് കാണിച്ചു തരാമോ എന്ന് നിങ്ങൾ ചോദിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിർവഹിക്കുമ്പോൾ നബിതങ്ങൾ അത് ഇങ്ങനെ ചെയ്തു എന്ന് കാണണം എന്നില്ല. നല്ലതാണെന്ന് തെളിവ് കിട്ടിയാൽ നമുക്ക് ചെയ്യാം. നമ്മളങ്ങനെയാണ് സമൂഹത്തിനെ പഠിപ്പിച്ചത്. അതേ സമയത്ത് നിസ്കരിച്ചതിന് ശേഷം ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ നബിതങ്ങൾ അങ്ങനെ ചെയ്തതായി വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരുമോ, അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരാണല്ലോ, അല്ലെങ്കിൽ അതുപോലെ ചോദിക്കുന്നവരാണല്ലോ മുജാഹിദുകൾ. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ മരിച്ചുപോയ വ്യക്തിക്ക് മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി തസ്ബീത്ത് നിർവഹിക്കണം എന്ന് പറഞ്ഞതല്ലാതെ നബിതങ്ങൾ ചൊല്ലിക്കൊടുത്തിട്ട് ബാക്കിയുള്ള സഹാബത്ത് ഏറ്റു ചൊല്ലിയതോ അല്ലെങ്കിൽ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സഹാബി ചൊല്ലിയിട്ട് മറ്റുള്ളവർ ഏറ്റു ചൊല്ലിയതോ ആയ ഒരു ഹദീസ് അവർക്ക് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിക്കണം. കാരണം അവർക്ക് അങ്ങനെ കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ ആശയം അങ്ങനെയാണല്ലോ. എന്നാൽ സുഹൃത്തുക്കളെ, ഞാൻ അന്ന് ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് മഹാനായ സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ അസ്നൽ മതാലിബും അതുപോലെ ഖതീബു സ്ബീനി റളിയല്ലാഹു അൻഹുവിന്റെ മുഗ്നിൽ മുഹ്താജും ഒക്കെ എടുത്തുദ്ധരിച്ചിരുന്നു. തൽഖീൻ ചൊല്ലൽ സുന്നത്താണ് എന്നതിന് ഖുർആനിൽ തെളിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുത്താൽ ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും എന്ന് ഖുർആനിൽ പറഞ്ഞു. ഏറ്റവും മനുഷ്യൻ മറന്നുപോകാൻ സാധ്യതയുള്ള 2 സമയമാണ്. ഒന്ന് മരണം ആസന്നമായ സമയവും ഖബറിൽ എത്തുന്ന സമയവും. മരണം ആസന്നമായ സമയം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോകത്തോടും കുടുംബത്തോടും വിട പറയുന്ന സമയം ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അതേപോലെ ഖബറിൽ പോയി കിടക്കുന്ന സമയം, ഒറ്റക്ക് പോയി കിടക്കുന്ന സമയം, അവിടെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതാണ് മരണം ആസന്നമായവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുന്നതും അതുപോലെ ഖബറിൽ കിടക്കുന്ന മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നതും ഓർമ്മിപ്പിച്ചു കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ ആ വ്യാപ്തിയിൽപ്പെട്ടതാണെന്ന് ഇമാമിങ്ങളെല്ലാം പറഞ്ഞു. വേറെ തെളിവുകൾ വേറെ ഉണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. എന്നാൽ അങ്ങനെ തൽഖീൻ ചൊല്ലുന്ന പതിവ് അവർക്കില്ല. എന്നാൽ നമ്മളൊക്കെ മയ്യിത്ത് മറമാടി പോരുമ്പോൾ മയ്യിത്തിന് വേണ്ടി ഖബറിന്റെ അടുക്കൽ വെച്ചൊരു ദുആ നടത്താറുണ്ട്. ഞാനിവിടെ പ്രസംഗിക്കുന്ന കാലത്ത് അറബിയിലോ മലയാളത്തിലോ ഇവിടെ മൗലവിമാര് ദുആ ചെയ്യാറില്ല. പക്ഷെ ഇപ്പോൾ മലയാളത്തിൽ ഖബറിന്റെ അടുക്കൽ വെച്ച് പോരുന്ന സമയത്ത് ഒരു ദുആ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതെവിടുന്ന് കിട്ടി? 30 കൊല്ലം മുമ്പ് ഇല്ലാത്തത് അവർക്ക് ഇപ്പോൾ എവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അവർ അതിന് നിർബന്ധിതരായി എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അത് എന്നതിലേക്ക് അവരെത്തിച്ചേർന്നു. പഴയ കാലത്ത് ഖബറിന്റെ സമീപത്ത് സുന്നികളൊക്കെ വെള്ളിയാഴ്ചയിലും വെള്ളിയാഴ്ച രാവിലും അതുപോലെ റമദാൻ 27-നും അങ്ങനെ പല സമയത്തും സിയാറത്തിന് ധാരാളം പോകുന്ന പതിവുണ്ട്.
അന്ന് മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു പതിവില്ലായിരുന്നു. ഇപ്പോൾ അവരും വെള്ളിയാഴ്ചയും മറ്റും സിയാറത്തിന് വരുന്ന ഒരു പതിവ് തുടങ്ങിയിട്ടില്ലേ എന്ന് നിങ്ങൾ വാഴക്കാട്ടുകാരോട് ചോദിക്കുക. ഇല്ലേ, അങ്ങനെ തുടങ്ങിയിട്ടില്ലേ? ഞാൻ വാഴക്കാട്ട് നിന്നാണ് പറയുന്നത്. തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മാറ്റങ്ങൾ വരുമ്പോ ജനങ്ങളോട് ഇപ്പോഴും അവരുടെ ചില നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നി പണ്ഡിതന്മാർക്ക് മാറ്റം വരുന്നു എന്നാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. സുന്നി പണ്ഡിതന്മാർക്ക് യാതൊരു മാറ്റവും ഇന്നേവരെയും വന്നിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ വരികയും ഇല്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അതിൻ്റെ അടിത്തറ പരിശുദ്ധ ഖുർആനാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി വചനങ്ങളും നബി ചര്യയുമാണ്. മറ്റൊന്ന് സഹാബത്തിന്റെ ജീവിതമാണ്. ആ സഹാബത്ത് നടപ്പാക്കിയതാണ്. ജുമുഅക്ക് 2 ബാങ്ക് വിളിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് നടപ്പാക്കിയതായി അതേ ബുഖാരിയിലെ 914 നമ്പർ ഹദീസിൽ 7ാമത്തെ വയസ്സിൽ നബി തങ്ങളുടെ കൂടെ ഹജ്ജിന് പോയ സഹാബിയായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. ഫസബത്തൽ അംറു അലാ ദാലിക്, ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞതാണ്. അതിന് പിന്നെ മാറ്റം ഉണ്ടാവില്ലല്ലോ. ഇതുപോലെ ഓരോ സംഗതികളും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. വിശ്വാസരംഗത്ത് നമ്മുടെ പണ്ഡിതന്മാർ എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിപ്പിച്ചു. അതായിരുന്നു ഞാൻ വാഴക്കാട്ട് വെച്ച് അന്ന് പറഞ്ഞിരുന്നത്. അതിൽ ഒരു കിതാബാണ് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ മഫാത്തിഹുൽ ഗൈബ് എന്ന തഫ്സീറുൽ കബീർ. അതിവിടെ ഉദ്ധരിച്ച് ഞാൻ പ്രസംഗിച്ചപ്പോൾ അന്ന് എൻ്റെ എതിർചേരിയിൽ പ്രസംഗിച്ചിരുന്ന മൗലവി പറഞ്ഞു, ഇമാം റാസി അങ്ങനെയൊക്കെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പിൻവലിച്ചിട്ടുണ്ട്. അങ്ങനെ പിൻവലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് അഖ്സാമുൽ ലദാത്ത് എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട് ഇമാം റാസിക്ക്, അതിൽ അദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞൊക്കെ പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ അതൊന്ന് കാണിച്ചു തരുമോ എന്ന് ഇവിടെയുള്ള പ്രവർത്തകന്മാർ അദ്ദേഹത്തോട് പോയി ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങളെങ്ങനെ ഇത് പ്രസംഗിച്ചത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് ഞാൻ അത് പ്രസംഗിച്ചത് അങ്ങനെയല്ല, എനിക്ക് വേറൊരു മൗലവി നോട്ട് കുറിപ്പ് തന്നതാണ്, അതനുസരിച്ച് പ്രസംഗിച്ചതാണ്. എന്നാ പിന്നെ ആ നോട്ടിൽ എന്താ ഉള്ളത്? അപ്പൊ പറഞ്ഞു, അത് അങ്ങനെ ഇമാം റാസി പറഞ്ഞു എന്ന് അതാ ബയാനു തൽബീസിൽ ജഹ്മിയ്യ എന്ന് പറയുന്ന ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു തൈമിയ്യ അന്നത്തെ നമ്മുടെ പരാമർശ വിധേയമായ ഒരു പണ്ഡിതനായിരുന്നു. അപ്പൊ ബയാനു തൽബീസിൽ ജഹ്മിയ്യ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അതും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കുറിപ്പ് കിട്ടിയതാണ് എന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ബയാനു തൽബീസിൽ ജഹ്മിയ്യ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് വായിച്ചിരുന്നത്. കൊല്ലം 30ഓളമായി അങ്ങനെ ഒരു അഖ്സാമുൽ ലദ്ദാത്ത് എന്ന് പറഞ്ഞൊരു കിതാബിൽ ഇമാം റാസി ഞാൻ തഫ്സീറിൽ പറഞ്ഞൊക്കെ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയുമായി ഇന്നേ വരെ ഒരു മൗലവിയും വന്നിട്ടില്ല. അതൊരു ശരിയല്ലേ? ഇമാം റാസി അങ്ങനെ ഞാനെല്ലാം പിൻവലിച്ചു എന്ന് പറഞ്ഞൊരു അഖ്സാമുൽ ലദ്ദാത്ത് ഉണ്ടോ ഇല്ലേ? അതല്ല നമ്മുടെ ചർച്ച. അഖ്സാമുൽ ലദ്ദാത്ത് എന്നൊരു കിതാബ് ഇമാം റാസി രചിക്കുകയും അതിൽ മഹാനവറുകൾ തഫ്സീറിൽ ഞാൻ പറഞ്ഞൊക്കെ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതായ ഒരു ഉദ്ധരണി ഉണ്ടോ എന്നതാണ് നമ്മുടെ വിഷയം. ഇന്ന് വരെയും അങ്ങനെ ഒന്ന് ഉദ്ധരിക്കാൻ ഇവിടെ ഒരു മൗലവിക്കും സാധിച്ചിട്ടില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറയുന്ന അൽമനാർ ഞാൻ അന്ന് ഇവിടെ വെച്ച് വായിച്ചിരുന്നു. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഇപ്പം ഞാൻ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും മദ്രസ പുസ്തകത്തിൽ സുന്നികൾ പഠിപ്പിക്കുന്ന കുറച്ച് ആശയങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലുള്ളത് പറയാൻ വേണ്ടി നിങ്ങൾ കുറ്റ്യാടിയിൽ നിന്ന് വരണോ എന്ന് നിങ്ങൾ സംശയിക്കരുത്. കാരണം അത് പഠിക്കാത്തതാണ് മുജാഹിദിലെ സാധാരണക്കാരായ ആളുകൾക്കും മൗലവിമാർക്കും പറ്റിയ അബദ്ധം. അത് പഠിക്കാത്തതാണ് വ്യാജ തരീഖത്തുകാർക്കും പറ്റിയ അബദ്ധം. അതുകൊണ്ട് മദ്രസയിൽ നമ്മൾ പഠിച്ച അഖീദ അത് നമ്മൾ കൃത്യമായി എന്നും ഓർമ്മിച്ചു വെക്കുകയും അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം. നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? അല്ലാഹുവിന് 20 വാജിബായ സിഫത്തുണ്ട്. 20 വാജിബായ സിഫത്ത് അള്ളാഹുവിന് അതുണ്ടായേ പറ്റൂ. അങ്ങനെയുള്ള ഗുണങ്ങളാണ്. ഒന്നാമത്തത് വുജൂദ്, അള്ളാഹു ഉള്ളവനാണ്.
രണ്ടാമത്തേത് ഖദീം, അല്ലാഹു തആല ഉള്ളവനാണ് എന്നതിന് തുടക്കം ഇല്ല, അവൻ തുടക്കമില്ലാതെ ഉള്ളവനാണ്. സുഹൃത്തുക്കളെ, അന്ന് നമ്മൾ ചോദിച്ചിരുന്നു, അല്ലാഹു അർശിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അർശ് എന്ന് പറയുന്ന സാധനം സൃഷ്ടിയാണോ സട്ടാവാണോ? സൃഷ്ടിയാണ്. സൃഷ്ടിയാണെങ്കിൽ അത് പിന്നീട് ഉണ്ടായതാണല്ലോ. അല്ലാഹു ഉള്ളവനാണെന്നതിന് തുടക്കം ഇല്ലല്ലോ, പിന്നെ ഉണ്ടായതില്ലേ അർശ്. അങ്ങനെ വരുമ്പോൾ പിന്നെ ഉണ്ടായ ഒരു സാധനത്തിന്റെ മേലെ അള്ളാഹുവിന്റെ ദാത്ത് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു ഇത് ഉണ്ടാക്കിയിട്ട് അവിടത്തേക്ക് കയറിയിരുന്നതാണോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അതിന് മറുപടി ഉണ്ടായിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? അഹ്ലുസുന്ന ക്ലിപ്പിട്ടിട്ട് ആളുകളെ പറ്റിക്കാൻ നോക്കുന്നു. അവർ ക്ലിപ്പിട്ടിട്ട് ഒരു പണ്ഡിതന്മാരുടെ പ്രസംഗത്തിന്റെ അപ്പുറവും ഇപ്പുറമൊക്കെ മുറിച്ചിട്ട് ക്ലിപ്പിട്ടിട്ട് ആളുകളോട് പറയാണ്, സുന്നികൾ വിശ്വസിക്കുന്നത് ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളയാണ്. അങ്ങനെ ഒരു സുന്നിയും വിശ്വസിക്കുന്നില്ല. അങ്ങനെ സുന്നികൾ വിശ്വസിക്കണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. മുദബ്ബിറുൽ ഹാദിസാത്ത്, സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാൻ. ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, യുദബ്ബിറുൽ സർവ്വ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാൻ. ഇമാം റംലി റളിയല്ലാഹു അൻഹു, അത് നേരത്തെ പറഞ്ഞ റംലി അല്ല, അവരുടെ പിതാവ് ശിഹാബുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു, അവിടുന്ന് പറഞ്ഞു, ലാ തദ്ബീറ ലിമൻ ലാ ഖൽഖ ലഹ്, സൃഷ്ടാവിനല്ലാതെ നിയന്ത്രണം ഇല്ല, മുഴുവൻ നിയന്ത്രണങ്ങളും അല്ലാഹുവിനാണ്. ഓ സുഹൃത്തുക്കളെ, പിന്നെ എന്തിനാണ് സുന്നികളുടെ പേരിൽ വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കുന്നത്? അതേസമയത്ത് മുജാഹിദിന്റെ അൽമനാറിൽ അവരെഴുതിയിട്ടുണ്ട്, അവരുടെ ഖുർആൻ പരിഭാഷയിലുണ്ട്, ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് വിശദീകരിക്കുന്ന സ്ഥലത്ത് അവരെഴുതിയിട്ടുണ്ട്, മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ മമ്പാട് വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മുജാഹിദുകൾ പറഞ്ഞതുകൊണ്ട് അവരെ ഞങ്ങൾ കാഫിറാക്കൂല എന്ന് പറഞ്ഞു. അവരെ ഞങ്ങൾ ആ വകയിൽ കാഫിറാക്കൂല എന്ന് പറഞ്ഞു. മലക്കുകളാണ് നിയന്ത്രിക്കുന്നതിനോട് കാഫിറാക്കൂല എന്ന്. കാരണം നമ്മൾ വെറുതെ മുജാഹിദിന്റെ മേൽ പാഞ്ഞുകാരുന്നവരല്ല. നമ്മൾ തെറ്റ് കണ്ടാലേ പറയൂ, മലക്കുകളാണ് നിയന്ത്രിക്കുന്നത് എന്ന് അവർ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചില പണ്ഡിതന്മാർ ചിലപ്പോൾ പറയും, ഔലിയാക്കൾ ലോകത്തിൽ പലതിനെയും നിയന്ത്രിക്കുന്നു എന്ന് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയന്ത്രിക്കുന്നു എന്ന് പറയും. ആ അർത്ഥത്തിൽ തന്നെയാണ് അവരും മലക്കുകൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞത്. അതിനർത്ഥം യഥാർത്ഥ നിയന്ത്രണം അല്ല, ഹഖീഖിയായ നിയന്ത്രണം അല്ല. അതിനർത്ഥം ഇടപെടുന്നു, ചില വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നാണ്. ഈകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഴയുടെ വിഷയത്തിൽ ഇടപെടുന്ന മലക്കാണ്. അപ്പൊ ചിലർ പറയും മീകായിൽ മഴയെ നിയന്ത്രിക്കുന്നു എന്ന് പറയും. അതിനർത്ഥം മീകായിലാണ് നിയന്ത്രിക്കുന്നതെന്നല്ല, മീകായിലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ചിലർ ചിലപ്പോൾ പറയും ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്ന് പറയും. അമേരിക്കയാണോ ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത്? അല്ലല്ല. ഇവിടെ ഈ പരിപാടി നടത്തുന്നത് അമേരിക്ക അറിഞ്ഞിട്ട് തന്നെയില്ല. അപ്പോൾ അതെ, അമേരിക്കയല്ല ലോകം നിയന്ത്രിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ജനങ്ങൾ അങ്ങനെ പറയും, അമേരിക്കയാണ് ലോകം എന്ന് പറഞ്ഞാൽ ലോകത്ത് പല വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഏത് മനുഷ്യന്മാർക്കും അറിയാം. ലോകൊട്ടാകെ എന്ന് പറയുമ്പോഴേക്ക് ഒട്ടാകെ എന്നൊന്നും അതിന് അർത്ഥം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, നിന്നെ ലോകൊട്ടാകെ തെരഞ്ഞല്ലോ എന്നിട്ട് കണ്ടില്ലാലോ. അതിന്റെ അർത്ഥം ലോകൊട്ടാകെ തെരയാൻ കഴിയും ഒരാൾക്ക്? അതിന്റെ അർത്ഥം എന്താണ്? കുറച്ച് തെരഞ്ഞല്ലോ എന്നാ, അതിനാ ലോകൊട്ടാകെ എന്ന് പറയും. അപ്പൊ അതുപോലെ ചില ആളുകൾ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ ലോകം നിയന്ത്രിക്കുന്നു മറ്റോ പറഞ്ഞാൽ അത് മലക്കുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്ന് മുജാഹിദുകൾ പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞവരും പറഞ്ഞത്. ഇത് മനസ്സിലാക്കാനുള്ള നല്ല വിശാലമായ മനസ്സ് ആവശ്യമാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു
വന്നത് ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ, മുദബ്ബിറുൽ ഹാദിസാത്ത്, സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞിട്ട് ഇമാം ഗസാലി പറയാണ്, എന്താ പറയുന്നത്? മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അല്ലാഹു ഉദ്ദേശിക്കാത്തതുണ്ടാവില്ല. ഞാൻ നാദാപുരത്തൊരു ഖണ്ഡനം നടത്തിയിരുന്നു എൻ്റെ നാട്ടിൽ. അവിടെയും ഞാനത് കൃത്യമായി പറഞ്ഞിരുന്നു. നമ്മളൊരു വിഷയം വിചാരിക്കണമെങ്കിൽ തന്നെ അല്ലാഹു തആല ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിക്കാതെ നമുക്ക് വിചാരിക്കാൻ തന്നെ കഴിയില്ല. അല്ലാഹു പറഞ്ഞില്ലേ, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അപ്പോ അള്ളാഹുവിനല്ലേ നിയന്ത്രണം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഒരു കാര്യം വിചാരിക്കണമെങ്കിൽ അല്ലാഹു തആല ഉദ്ദേശിക്കണം, അല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖിന് വിചാരിക്കാൻ തന്നെ കഴിയില്ല. അവിടുന്ന് പറഞ്ഞില്ലേ, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നതും കേട്ടോവർ. മാല ശരിക്ക് പഠിച്ചെങ്കിൽ പഠിച്ചു പോവുകയില്ലായിരുന്നു. പക്ഷെ ആ മാല വേണ്ടതുപോലെ പഠിച്ചില്ല. ഞാൻ കേട്ടു ഒരു ആളിങ്ങനെ പറയാണ്. അയാൾ പറയുന്നത് എന്താണ്? അതേ, ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞില്ലേ. പേരോടതെന്താ ചെയ്യാൻ? പേരോടൊന്നും ചെയ്യേണ്ടില്ല, പേരോടൊക്കെ അറിയാം. പേരോടെന്താ ചെയ്യാൻ? ഒന്നും ചെയ്യേണ്ടതില്ല. ആ സാധു മനസ്സിലാക്കിയത് ഭൂമി ഒരു ചെറിയ ഉണ്ട പോലെ ആക്കിയിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ കൈ പിടിച്ചു എന്നാണോ ആ സാധു അതിനർത്ഥം മനസ്സിലാക്കിയത്? അതൊക്കെ ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. അതേ, കാലത്തിന്റെ കുളമ്പടി ശബ്ദം കേൾക്കാത്ത മൗലവി എന്ന് പറഞ്ഞാൽ കാലത്തിനൊരു കുളമ്പുണ്ട്, അതിനിങ്ങനെ ശബ്ദമുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? ഹദീസിലുണ്ടല്ലോ ഒരു സ്ഥലത്ത്, എന്താണ്? അതേ, തമസ്സകൂ ബിഹാ, നിങ്ങൾ എൻ്റെ സുന്നത്തും അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തും മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, എൻ്റെ സുന്നത്ത് നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. സുന്നത്ത് എങ്ങനെ കടിച്ചു പിടിക്കുക? സുന്നത്ത് കടിച്ചു പിടിക്കാൻ കഴിയോ? ഇല്ലല്ലോ. പിന്നെന്താണ് കടിച്ചു പിടിക്കാത്തതിന്റെ അർത്ഥം? അത് വിട്ടുപോകരുത് എന്നാണ്, അല്ലേ? ഇതെല്ലാം ആർക്കും മനസ്സിലാവൂലേ? അപ്പൊ ഇത്തരത്തിലുള്ള ആലങ്കാരികമായ പ്രയോഗങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കി മാലയെ എതിർക്കുന്നവരുണ്ട്. അവർക്ക് മാല മനസ്സിലായിട്ടില്ല, അതേ, ഖുർആനും ഹദീസും മനസ്സിലായിട്ടില്ല, ഇമാമിങ്ങളുടെ വാക്കുകൾ മനസ്സിലായിട്ടില്ല, നബിതങ്ങളുടെ വാക്കുകൾ മനസ്സിലായിട്ടില്ല. വഅല്ലു അലൈഹാ ബിന്നവാജിദ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ താടിയല്ലും ഇല്ലാത്ത, ഒരൊറ്റ അണപ്പല്ലും ഇല്ലാത്ത ഒരു പാവ ഉമ്മാമുണ്ട്. അവരെന്താ ചെയ്യാ? നബിതങ്ങൾ പറഞ്ഞ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണോന്നല്ലേ? അപ്പൊ ഈ ഉമ്മാം എന്താ ചെയ്യാ? അണപ്പല്ലില്ലാലോ എന്നാരെങ്കിലും പറയോ? അതിനർത്ഥം ആ ആശയം മുറുകെ പിടിക്കണം, അത് വിട്ടുകളയാൻ പാടില്ല എന്നാണ്. മുറുകെ പിടിക്കണോ എന്ന് തന്നെ അതിന്റെ അർത്ഥം. കാരണം മുറുകെ പിടിക്കാൻ കയ്യിലല്ലേ പിടിക്കുക, സുന്നത്ത് എങ്ങനെ കൈ പിടിക്കുക? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിൽ തന്നെ ഉറച്ചു നിൽക്കണം, ആശയത്തിന് വിട്ടുപോകാൻ പാടില്ല എന്നാണ്. ഇതുപോലെ ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് ഏത് മുസ്ലിമിനും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഏതെങ്കിലും അക്ഷരത്തിൽ പിടിച്ച് വാക്കുകളിൽ പിടിച്ച് ആരെയും കാഫിറാക്കാൻ പോകരുത്. ഒരാൾ പറഞ്ഞു, മോനെ വണ്ടിയൊന്ന് നിർത്ത്, ഞാൻ പള്ളിയിൽ കയറി മൂത്രയിക്കട്ടെ എന്ന്. അപ്പൊ തന്നെ അതാ അയാൾ കാഫിറായി. പള്ളിയിൽ കയറി മൂത്രയിക്കുകയാണ് അയാൾ. അതിന്റെ അർത്ഥം അങ്ങനല്ല. പള്ളിയിൽ കയറി മൂത്രയിക്കട്ടെ, പള്ളിന്റെ അടുത്തുള്ള മൂത്രപ്പുരയെ കയറി മൂത്രയിക്കട്ടെ എന്നാ. അത് വിശദീകരിച്ച് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥം അതാണ്. വേറൊരാൾ പറഞ്ഞു, ഇതാ ഈ ആട് ബദരീങ്ങക്കാണ്. ബദരീങ്ങൾ വന്നിട്ട് ആട്ടിന്റെ ഇറച്ചി തിന്നു. അതിന്റെ അർത്ഥം ബദരീങ്ങൾ ആട് തിന്നു എന്നാണോ? അല്ല, ബദരീങ്ങളുടെ പേരിൽ സദഖയാണ് എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുമ്പിൽ വെച്ച് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, കിണർ കുഴിച്ചിട്ട് ഈ സഅദിന്റെ ഉമ്മാക്കാണ്, ഞാൻ മരിച്ചുപോയ ഉമ്മ വന്ന് കിണറ്റിന്ന് വെള്ളം കോരുമോ എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ പേരിൽ സദഖയാണ് എന്നാണ്. അങ്ങനെയാണ്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. മുജാഹിദിന്റെ മൗലവിമാർക്ക് മനസ്സിലാവൂല, വ്യാജ തരീഖത്തുകാർക്കും മനസ്സിലാവൂല. അതായത് ബിദ്അത്ത് എന്ന രോഗം തലയിൽ കയറിയാൽ പിന്നെ ഒരു വിഷയത്തിന്റെയും യാഥാർത്ഥ്യം മനസ്സിലാവൂല. അല്ലാഹു തആല കാക്കട്ടെ. ഞാനിപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ കണ്ടോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്, വലബിജ്തമഅൽ ഇൻസു വൽ ജിന്നു വൽ മലായികതു വശയാതീനു, എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ,
എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ പെടാത്ത ഒരാളുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്, പക്ഷെ സാധാരണ മനുഷ്യൻ അല്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ? കഴിയില്ലല്ലോ. പിന്നെ കഴിയണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വരണം. മനുഷ്യരൂപത്തിൽ വന്നാൽ അത് ജിബ്രീലാണെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാകാതെയായി പോയത്? ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ വന്നു, മനസ്സിലായില്ല. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അതാക്ക ജിബ്രായീൽ, ആ വന്ന് ജിബ്രീലായിരുന്നു കേട്ടോ ഉമറേ. പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി. അപ്പൊ അമ്പിയാക്കൾ അങ്ങനെയല്ല. അമ്പിയാക്കൾ സാധാരണ മനുഷ്യർ അല്ല. ഇന്നി ലസ്തു മിസ്ലക്കും ഇന്നി ലസ്തു കഅഹദിൻ മിൻകും ഇന്നി ലസ്തു കഹൈഅതികും. 3 റിപ്പോർട്ടും സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലെയല്ല, നിങ്ങൾ ഒരാളെപ്പോലെയും അല്ല. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ അമ്പിയാക്കൾ മനുഷ്യരാണ്, സാധാരണ മനുഷ്യർ അല്ല. അങ്ങനെ വരുമ്പോൾ ഇമാം ഗസാലി തങ്ങൾ പറയാൻ, മനുഷ്യന്മാര് മുഴുവനും ഒരുമിച്ച് കൂടിയാൽ അതിൽ പിന്നെ ആരും ബാക്കിയില്ലല്ലോ. അമ്പിയാക്കളും ഔലിയാക്കളും ഖുതുബീങ്ങളും എല്ലാവരും പെട്ട്. പിന്നെ ഗസാലി ഇമാം പറയാൻ, വൽ ജിന്നു, സർവ്വ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ. ഞാൻ മുമ്പ് വാഴക്കാട് പ്രസംഗിക്കുമ്പോ ജിന്ന് സഹായിക്കും എന്നുള്ള വിശ്വാസം ഒറ്റ മുജാഹിദിനും ഇല്ലായിരുന്നു. ഇപ്പൊ കുറെ മുജാഹിദുകൾ ജിന്നിനെ വിളിക്കാന്ന് പറയുന്നവരുണ്ട്. ഇരിക്കട്ടെ, അതാ പറഞ്ഞു, മാറ്റങ്ങളൊക്കെ അവിടെയാണ്, ഇവിടെ മാറ്റമൊന്നുമില്ല. നമ്മൾ അന്നും ഇന്നും ജിന്നിനെ ജിന്നായി തന്നെ കാണുന്നുണ്ട്, ഇൻസിനെ ഇൻസായിട്ട് തന്നെ കാണുന്നുണ്ട്. വൽ ജിന്നു, എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ, വൽ മലായിക, എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ, ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം എല്ലാ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ, വശയാതീൻ, അതേ ഇബ്ലീസ് അടക്കമുള്ള എല്ലാ ശൈത്താന്മാരും ഒരുമിച്ച് കൂടിയാൽ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയും, എന്തിനാ ഒരുമിച്ച് കൂടിയത്? അലാ യുഹരികു ഫിൽ ആലമി ദററതൻ, ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ, ഔ യുസക്കിനുഹ, അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും എല്ലാ മലക്കുകളും എല്ലാ ജിന്നുകളും എല്ലാ ശൈത്താന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടി എന്തിന്? ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ. ഔ യുസക്കിനുഹ, അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ. സലിമ പറയാണ്, ബിദൂനി ഇറാദത്തിഹി വ മശീഅത്തിഹി, അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ, അള്ളാഹു തീരുമാനിക്കാതെ ഒരണുവിനെ ചലിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അതിനവരെ കൊണ്ട് കഴിയൂല കേട്ടോ. ഒരു നബിക്കും കഴിയൂല, ഒരു മലക്കിനും കഴിയൂല എന്നല്ല, എല്ലാ നബിയും എല്ലാ മലക്കും എല്ലാ ശൈത്താനും എല്ലാ ജിന്നും ഒരുമിച്ച് കൂടിയാലും കഴിയില്ല. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരണുവിനെ ചലിപ്പിക്കാൻ കഴിയില്ല. ഇത് വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചാണോ ലോകൊട്ടാകെ നിയന്ത്രിക്കുന്ന കൺട്രോൾ CM വരെയുള്ളയാണ് സുന്നികൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്? എന്തിനാണ് ഇങ്ങനത്തെ പച്ചക്കള്ളം പറയുന്നത്? ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അങ്ങനെ വിശ്വാസമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അള്ളാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അള്ളാഹു ഉദ്ദേശിക്കാത്തതുണ്ടാവില്ല. ഇത് ഒരു മൗലവി പറഞ്ഞു. ഞാനിത് പറഞ്ഞപ്പോ ഒരു മൗലവി, പാവം, അദ്ദേഹം മംഗലാപുരത്ത് പോയിട്ട് പറയാണ്, പേരോട് മാറിയിട്ടുണ്ട്. ഞാൻ മാറിയതല്ല, ഞാൻ അന്നും ഇന്നും ഞങ്ങളെ ഉസ്താദുമാര് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഞങ്ങളെ എല്ലാ ഖൈറും ശർറും അല്ലാഹുവിങ്കൽ നിന്നാണ്. അത് പഠിക്കാത്ത വല്ല സുന്നിയും ലോകത്തുണ്ടോ? പിന്നെ എന്ത് മാറ്റാ? ഹദ്ദാദ് ഓതാൻ തുടങ്ങിയിട്ട്, ഞാൻ മീസാൻ ഓതുന്ന കാലത്തെ ഹദ്ദാദ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഹദ്ദാദ് ചൊല്ലുന്നതാ ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽ ഖൈറു വസ്സറു ബിമശീഅത്തില്ലാ. ഖൈറും ശർറും അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്, അല്ലേ? മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക് ഫമിൻക വഹ്ദക ലാ ശരീക ലക് ഫലകൽ ഹംദു വലക ശുക്റു അലാ ദാലിക്. ഇത്ര കാലമായി അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിർദുൽ ലത്തീഫ് പഠിപ്പിച്ചു തന്നിട്ട് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത് ഇഖ്റ. എന്ത് ഗുണം കിട്ടുന്നുണ്ടോ ഫമിൻക, അല്ലാഹുവേ നിന്നിൽ നിന്നാണ്. രാവിലെയും വൈകുന്നേരം ചൊല്ലൊരു സുന്നത്താ. കാരണം ഖുർആൻ പറഞ്ഞതാ, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എന്ത് ഗുണം കിട്ടുന്നുണ്ടെങ്കിലും അല്ലാഹുവിങ്കൽ നിന്നാണ്, യാതൊരു സംശയവും ഇല്ല. എന്നാൽ അതിനർത്ഥം വേറെ ആരോടും സഹായം ചോദിച്ചുകൂടാന്നല്ല, വേറെ ആരും ഇടപെടുകയില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന് പറയാ. ഭാര്യ ഭർത്താവിനോട് ചെലവ് ചോദിച്ചുകൂടാ,
കാരണം എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നല്ലേ. ഭർത്താവിനോട് ഇങ്ങനെ ചെലവിന് ചോദിക്കുക, അത് ചോദിച്ചൂടാ. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു സങ്കടവും പറഞ്ഞു, എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം അല്ലല്ലേ രോഗം സുഖപ്പെടുന്നത്. ഡോക്ടറോട് പറഞ്ഞുകൂടാ. ആ വിശ്വാസമൊന്നും നമുക്കില്ല. ഒരു മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അയാൾ പറയുന്നത് ഗൈനക്കിനെ കണ്ടാ ശിർക്കാണ്, ഗൈനക്കിനെ കണ്ടാ ശിർക്കാണ്. ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല. ഗൈനക്കിനെ കണ്ടാൽ ശിർക്കൊന്നും ആവൂല, ഡോക്ടറെ സമീപിച്ചാൽ ശിർക്കാവൂല. അതേപോലെ തന്നെ ഗർഭിണിയായ പെണ്ണിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കൂടാ, ആസ്പത്രി കൊണ്ടുപോയിക്കൂടാ. അങ്ങനൊന്നും സുന്നിയൊക്കെ വിശ്വാസമില്ല. എനിക്ക് 7 മക്കളുണ്ട്. ഞാൻ മുമ്പ് ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ അത്ര ഇല്ലായിരുന്നു, പിന്നെ ഉണ്ടായതാ കുറെ. 7 മക്കളുണ്ട്. 7 ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചതാ. ആശുപത്രി പോയിക്കൂടാതെ അങ്ങനെ ഉണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ആശയം ഇല്ല. അതേ സമയത്ത് ആശുപത്രിയിൽ പോയാലേ പ്രസവിക്കൂ എന്ന് അങ്ങനെ അഭിപ്രായമില്ല. കാരണം ഞാൻ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച് ആശുപത്രിയിൽ നിന്നല്ല വീട്ടിൽ നിന്നാണ്, ഞാനുണ്ടല്ലോ. അപ്പോ ആശുപത്രിയിൽ പോകണം ഇല്ല. പിന്നെ സുരക്ഷിതമായ സ്ഥലത്തുനിന്ന് പ്രസവിക്കാനുള്ള സൗകര്യം ചെയ്യണം. അവിടെ ഭാര്യയും ഭാര്യ വീട്ടുകാരും ഒക്കെ ആശുപത്രിയിൽ പോകുമെന്ന് പറയുമ്പോൾ ഞാൻ വലിയ തരീക്കത്താണ് അതുകൊണ്ട് ആശുപത്രി പോകില്ല എന്ന് പറഞ്ഞ് കൊടുക്കാൻ പോണ്ട. ഓ സഹോദരന്മാരെ, ഇവിടെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം വളരെ സുതാര്യമാണ്, വളരെ കൃത്യമാണ്. ഒരപകടവും അതിൻ്റെ വിശ്വാസത്തിൽ ഇല്ല. നബി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് 2 വിഷയം നിങ്ങൾ മുറുകെ പിടിച്ചോ. ഒന്ന് അലൈക്കും ബിശ്ശിഫാഇൻ, രോഗശമനത്തിന് 2 കാര്യം. ഒന്ന് അൽ അസൽ, തേന് കൊണ്ട് രോഗം മാറുമെന്നത് കുഞ്ഞിരാമ വൈദ്യർക്കും അറിയാം, അതേ കൃഷ്ണൻ വൈദ്യർക്കും അറിയാം. അതേ സമയത്ത് അൽ ഖുർആൻ വൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് രോഗം മാറുമെന്ന് നബി തങ്ങൾ പറയാണ്. അത് ചിലപ്പോ യുക്തിവാദി വിശ്വസിക്കൂല. കുഞ്ഞിരാമൻ വൈദ്യർ ചിലപ്പോ ഒരു ഹിന്ദു ആണെങ്കിൽ ചിലപ്പോൾ അത് അംഗീകരിക്കും. നമ്മുടെ അടുത്ത് വന്ന് മന്ത്രിപ്പിച്ചു പോകുന്ന എത്ര ഹിന്ദുക്കളുണ്ട്. യുക്തിവാദിയാണെങ്കിൽ അവനത് അംഗീകരിക്കൂല. യുക്തിവാദം തലയിൽ കേറിയ മുബത്തദിയും അംഗീകരിക്കൂല. അവൻ ചിലപ്പോ എന്ത് പറയും? അവൻ ദുർവ്യാഖ്യാനം ചെയ്യും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഖുർആനിൽ വിശ്വസിക്കുന്നവർക്ക് റഹ്മത്തും ശിഫയുമുണ്ടെന്ന് ഖുർആൻ. അതേ, ആ പരിശുദ്ധ ഖുർആനിൽ ശിഫയുണ്ട്. ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് മഹാന്മാരായ സഹാബികൾ, അവരാണല്ലോ നമ്മുടെ മാതൃകാ പുരുഷന്മാർ. സഹാബികൾ ഫാത്തിഹ ഓതി മന്ത്രിച്ചു. ബോധം കെട്ട് കിടക്കുന്ന വ്യക്തിയുടെ ബോധം തെളിയാനാണ്. അദ്ദേഹം ബോധം തെളിഞ്ഞപ്പോൾ 30-ലധികം ആടുകളെ, ബുഖാരിയിൽ കാണാം, ആടിനെ കൂലി കൊടുത്തു. അതവർ വാങ്ങി കൊണ്ടുവന്ന് നബിതങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ നബിതങ്ങൾ അതിന് 100% അംഗീകാരം കൊടുത്തു. അതിന്റെ പുറമെ ആ ആട്ടിന്റെ മാംസത്തിൽ ഒരു കഷ്ണം എനിക്കും തരണമെന്ന് നബിതങ്ങൾ അതാ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ബുഖാരിയിലെ ഹദീസല്ലേ. അപ്പൊ ഖുർആൻ കൊണ്ട് ശിഫയുണ്ട്, അത് വിശ്വസിക്കണം, അത് വിശ്വസിക്കാതിരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, മിനിഞ്ഞാന്ന് എൻ്റെ അടുക്കൽ വില്യാപ്പള്ളിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അദ്ദേഹം വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടിയുടെയും ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ കുട്ടി വയറ്റിലുള്ള സമയത്ത് ഡോക്ടർമാർ ഈ കുട്ടിയെ എടുത്തു കളയണം എന്ന് പറഞ്ഞതായിരുന്നു. നിങ്ങളോട് വന്ന് ഞങ്ങൾ ആ സങ്കടം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു എടുക്കണ്ട, ഞാൻ ദിക്ർ തരാം. അങ്ങനെ ദിക്ർ തന്നു. അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നമില്ലാതെ ആ കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. ഉസ്താദെ, കുഞ്ഞിനെ കാണിച്ചു തരാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ടുവന്ന് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ മന്ത്രിച്ചു കൊടുത്തു. ആ കുട്ടിയും അദ്ദേഹവും തിരിച്ചു പോകുമ്പോ അദ്ദേഹത്തിന്റെ പേരും അഡ്രസ്സും ടെലിഫോൺ നമ്പറും സിറാജുൽ ഹുദയിൽ എഴുതി കൊടുത്തു. യുക്തിവാദി നിഷേധിക്കണ്ട, ട്രോളാൻ പോണ്ട. ഞാൻ നല്ല ധൈര്യമുള്ളവരുണ്ടെങ്കിൽ വന്നാൽ ഞാൻ ഫോൺ നമ്പർ തരാം, അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി തരാം, കുട്ടിയെയും ഞാൻ കാണിച്ചു തരാം. ഞാനിത് പറഞ്ഞത് ദിക്റിനും സലാത്തിനും ഖുർആനോത്തിനും ഫലമില്ല എന്ന് പറയുന്ന യുക്തിവാദിയല്ല നമ്മൾ മുസ്ലിമീങ്ങളാണ്. അതേസമയം ഡോക്ടറെ സമീപിക്കണ്ടെന്ന് നമ്മൾ പറയില്ല. നബി തങ്ങൾ 2ഉം പഠിപ്പിച്ച നേതാവാണ്, 2ഉം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തദാവു, നിങ്ങൾ ചികിത്സിച്ചോളൂ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ലികുല്ലി ദാഇൻ ദവാ, ഏത് രോഗത്തിനും മരുന്നുണ്ട്. മരുന്നെത്തിയാൽ ബരിഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം രോഗം മാറും. ബിഇദ്നില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സമ്മതം വാങ്ങാന്നല്ലോ കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ചിലര് റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കൂടാ എന്ന് ചില
പുസ്തകങ്ങളിൽ ഗ്രന്ഥങ്ങളിൽ എഴുതിയതാ. കാരണം അള്ളാഹ് പറഞ്ഞില്ലേ, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, പടച്ചവനോട് സമ്മതം എടുത്തിട്ടേ ശഫാഅത്ത് ചെയ്യുന്നതാണ്. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? എന്നല്ല, അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമേ ശഫാഅത്ത്. ഉത്തരവ് എന്ന് പറഞ്ഞാൽ കുൻ ഫയകൂൻ. ഏത് വിഷയം ഇവിടെ നടക്കണമെങ്കിലും അള്ളാഹ് ഉദ്ദേശിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഏത് സംഗതി ഇവിടെ നടക്കണമെങ്കിലും അള്ളാഹ് ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതുണ്ടാകണം എന്ന് പടച്ച റബ്ബിനൊരു ഉത്തരവുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശം അതുണ്ടാകണമെന്ന ഉദ്ദേശം നടക്കണം. അങ്ങനെ ആ ഉത്തരവ് അതില്ലാതെ ഇവിടെ ആർക്കും ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം ശഫാഅത്ത് ചെയ്യണമെങ്കിൽ ശഫാഅത്ത് ചെയ്യണമെന്ന് ആദ്യം മനസ്സിൽ വിചാരിക്കണ്ടേ. അത് വിചാരിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു ശഫാഅത്ത് ഉണ്ടാവില്ല. അതാണ് ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, മുഴുവൻ റെക്കമെൻഡും അള്ളാഹുവിനാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു വ്യക്തിക്കും ഇവിടെ ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല എന്ന്. അപ്പൊ ഈ ബീദിനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് സമ്മതം ചോദിച്ച് സമ്മതം എടുക്കുക അങ്ങനെ അർത്ഥം വെക്കരുത്. അങ്ങനെ അർത്ഥം വെച്ചാൽ വേറൊരായത്ത്, വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരാൾ മൂമിനാണെങ്കിൽ അള്ളാഹിനോട് സമ്മതം ചോദിക്കണം. അങ്ങനെ സമ്മതം ചോദിച്ചിട്ടാ ഷഹാദത്തുൽ കലിമയിൽ പഠിച്ചവനോട് സമ്മതം ചോദിച്ചിട്ടാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിൽ എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹു ഉദ്ദേശിക്കാതെ മൂമിനാകാൻ കഴിയില്ല. എത്ര തെളിവ് കിട്ടിയിട്ടും കാര്യമില്ല. എത്ര തെളിവ് കിട്ടിയാലും അള്ളാഹു ഉദ്ദേശിക്കാതെ മൂമിനാകാൻ കഴിയില്ല. അതാണ് വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരാൾക്കും മൂമിനാകാൻ കഴിയില്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കാതെ ലോകത്ത് ഒരാളും റെക്കമെൻഡ് ചെയ്യും, ശഫാഅത്ത് ചെയ്യൂല. ശഫാഅത്ത് അള്ളാഹുവിന്റെ അധികാരത്തിൻ പരിധിയിലാണ്. എന്തേ അങ്ങനെ അള്ളാഹ് പറയാൻ കാരണം? അത് ഇമാം റാസി അവിടെ വിശദീകരിച്ചു. അതെ, അള്ളാഹു കഴിവ് കൊടുക്കാതെ, അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ, അഥവാ അള്ളാഹു ഉദ്ദേശിക്കാതെ റെക്കമെൻഡ് ചെയ്യുന്ന ദൈവങ്ങളുണ്ട് ഞങ്ങൾക്ക് എന്ന് അബൂജഹലും കക്ഷികളും വിശ്വസിച്ചു. അത് ഖുർആൻ പറഞ്ഞില്ലേ, വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ. സഹായം കിട്ടാൻ വേണ്ടി കുറെ ദൈവങ്ങളുണ്ട് എന്നവർ വിശ്വസിച്ചു. ആ ദൈവങ്ങൾ, അങ്ങനെ ഒരു സാധനം, ഒരു ദൈവമായിട്ട് ഒന്നും ഇവിടെ ഇല്ല. ഒന്നിനും അള്ളാഹുവിനോട് കൂറും ഇല്ല. ഒന്നും അള്ളാഹുവിന്റെ സഹായിയും അല്ല. അതുകൊണ്ട് തന്നെ ആരും തെറ്റിദ്ധരിക്കേണ്ട. അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ആർക്കും ഒന്നിനും കഴിയില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എത്ര സുന്ദരമായ വിശ്വാസമാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, അതുകൊണ്ട് മരുന്ന് കുടിക്കാൻ പാടില്ല എന്നല്ല, ഗൈനക്കിനെ കാണാൻ പാടില്ല എന്നല്ല, ഒരു പാവപ്പെട്ട ഒരാൾ 1,00,000 ഉറുപ്പിക കടം തരുമോ എന്ന് ചോദിച്ചുകൂടാ എന്നല്ല, എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം തരുമോ കുടിക്കാൻ എന്ന് എനിക്ക് ചോദിച്ചൂടെ? ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ഇസ്തിഗാസയാണ്. അതെ, ഞാൻ വെള്ളം ചോദിക്കുകയാണ്, അതിനൊരു കുഴപ്പമില്ല. തരുന്നതാരാണ്? തരുന്നത് അള്ളാഹു ആണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ചൂടുവെള്ളം തന്നാൽ ഞാൻ കുടിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ കുടിക്കുന്നു. കൊണ്ടെത്തന്ന ആളെ പേര് ഞാൻ പറയൂല, കാരണം അത് ഞാൻ കാണുന്നതന്നില്ലേ. അള്ളയാണ് എനിക്ക് ഈ വെള്ളം തന്നെന്ന് എൻ്റെ വിശ്വാസം. കുടിച്ചു കഴിഞ്ഞാലോ അൽഹംദുലില്ലാ, സർവ്വസ്തുതി അള്ളാഹ്ക്കാണ്, കൊണ്ടെത്തന്നാക്കല്ല. എന്തേ അങ്ങനെ പറയുന്നത്? അള്ളയാണ് വെള്ളം തന്നെന്നാണ് എൻ്റെ വിശ്വാസം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വേറെ ആരെയും ഞങ്ങൾ ആരാധിക്കൂല. ഞങ്ങൾ പലരെയും ആദരിക്കും, പലതിനെയും ബഹുമാനിക്കും. അതെന്തേ കാരണം? നിന്റെ ഖുർആനിൽ നീ പറഞ്ഞു വമൻ യുഅദ്ദിം ഹുർമാത്തില്ലാഹി ഫഹുവ ഖൈറുൽ ലഹ്. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നത് ഖൈറാണ് എന്ന് നിന്റെ ഖുർആനിൽ പറഞ്ഞല്ലേ. നിന്റെ ഖുർആൻ ഞങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ ബഹുമാനിക്കും. കഅബയെ ഞങ്ങൾ ബഹുമാനിക്കും. കഅബ അള്ളയാണോ? അല്ല. ദൈവമാണോ? അല്ല. പിന്നെന്താണ്? കഅബ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിനെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ കഅബയെ ഞങ്ങൾ ബഹുമാനിക്കും. എത്ര ബഹുമാനിക്കും? ഹജ്ജിന് പോയാൽ, ഉംറക്ക് പോയാൽ ആ കഅബയെ ഇങ്ങനെ ചുറ്റും. അത് എത്ര വലിയ ബഹുമാനമാണ്. ആ കഅബയെ ബഹുമാനിക്കും. പക്ഷെ കഅബയെ ആരാധിക്കൂല. കാരണം ഞങ്ങൾ ആരാണ്? ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. പിന്നെ എങ്ങനെ കഅബയെ ആരാധിക്കലുണ്ടാവില്ലല്ലോ. ആരാധനക്കർഹൻ അല്ലാഹ് മാത്രമാണ് നല്ല വിശ്വാസം. പിന്നെ കഅബയെ ചുറ്റുന്നത്, കഅബയെ ആദരിക്കുകയാണ്. ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത്, ഹജറുൽ അസ്വദിനെ ആദരിക്കുകയാണ്. ഒരിക്കലും അത് ആരാധനയല്ല. ചുറ്റുമ്പോഴേക്ക് ആരാധനയാവൂല. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, പൂച്ച ചിലപ്പോൾ നമ്മളെങ്ങനെ ചുറ്റും, അത് ആരാധനയാ? അത് ചുറ്റിയാണ്, അത് ചുറ്റിയാണ്. ഇതേപോലെ ചിലപ്പോൾ ചെറിയ കുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ഉമ്മാനെങ്ങനെ ചുറ്റും, അത് ആരാധനയാ? അല്ല. ആ കുഞ്ഞുങ്ങൾക്ക് മുല കിട്ടാൻ വേണ്ടിയോ അല്ലെ വേറെന്തോ മുട്ടായി കിട്ടാൻ വേണ്ടിയോ ചുറ്റുന്നതാണ്. അത് ആരാധനയാവൂല. ചുറ്റുമ്പോഴേക്ക് ആരാധനയാവൂല. ഇതേപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ മേൽ നെറ്റി വെക്കും.
അത് തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ തൊട്ട് മണക്കും, തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ ചൂണ്ടിയിട്ട് മണക്കും. അത് വലിയ ബഹുമാനം തന്നെയാണ്. പക്ഷെ ആരാധനയല്ല, അത് ആരാധനയാവില്ല. ഇനി നിങ്ങൾ നോക്കൂ, കഅബത്തിന്റെ അടുക്കൽ വെച്ച് ഒരാൾ ഉറക്കെ ശബ്ദിച്ചാൽ അതിനെപ്പറ്റി ഖുർആൻ എന്തോ പറഞ്ഞോ? ഇല്ല. അതേ സമയത്ത് കഅബയേക്കാൾ ബഹുമാനമുള്ള സൃഷ്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ ബഹുമാനം പറയുന്ന സ്ഥലത്ത് ഖുർആൻ എന്താ പറഞ്ഞത്? ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. നബി സല്ലല്ലാഹു നിങ്ങളുടെ സമീപത്ത് വെച്ച് നിങ്ങൾ ഉറക്കെ ശബ്ദിച്ചു പോകാൻ പാടില്ല. ശബ്ദിച്ചാലോ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ സർവ്വ അമലും പൊളിഞ്ഞു പോകും. കഅബത്തിന്റെ അടുക്കൽ ഉറക്കെ ശബ്ദിച്ചാൽ അമൽ പൊളിയുമെന്ന് ഖുർആനിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സമീപത്ത് വെച്ച് ശബ്ദം ഉറക്കെ ാൽ അമല് പൊളിഞ്ഞു പോകും. എന്തൊരു ബഹുമാനം കൊടുക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. ഈ ബഹുമാനം പ്രകടിപ്പിക്കൽ ആരാധനയാണോ? ഒരിക്കലും ആരാധനയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ആരാധനക്ക് അർഹൻ ഇല്ല. മുശ്രിക്കുകൾ അങ്ങനെയല്ല. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹതൻ ലഅല്ലഹും യുൻസറൂൻ, സഹായത്തിനു വേണ്ടി ദൈവങ്ങളെ സ്ഥാപിച്ചു അവർ, ദൈവങ്ങളെ വിശ്വസിച്ചു അവർ, എന്നിട്ട് സഹായം തേടി എന്നാണ് ഖുർആൻ പറയുന്നത്. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. ദൈവമാണെന്ന നിലക്ക് ഒന്നിനോടും ചോദിക്കുകയില്ല, ഒരാളോട് ചോദിക്കൂല. ക്രിസ്ത്യാനികൾ വിശ്വസിക്കും പോലെ ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിട്ടും ചോദിക്കൂല. അതെ, പിന്നെ അവരെങ്ങനെയാണ് ചോദിക്കുന്നത്? ഒരു മുതലാളിയോട് ചോദിക്കുമ്പോൾ അയാൾക്ക് ക്യാഷ് ഉണ്ടാവും എന്ന് വിചാരിച്ച് ചോദിക്കണം. ചിലപ്പോൾ ഉണ്ടാവില്ല, ഉണ്ടായാലും ഇല്ലെങ്കിൽ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും, അയാൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ അല്ലേ കിട്ടൂല. എന്നല്ലാതെ കയ്യിൽ പൈസ ഇല്ലാത്തവരോട് ചോദിക്കുമ്പോഴേക്ക് ശിർക്കാവോ? അതില്ല. ഹറാമാവോ? ഇല്ല. കറാത്താവോ? ഇല്ല. കാരണം നമ്മക്കറിയോ അയാളെ കയ്യിലുണ്ടോ ഇല്ലയോ ഒന്ന്. കിട്ടിയാൽ കിട്ടി, നമ്മൾ 1 ലക്ഷം രൂപ കടന്നു തരുമെന്ന് ചോദിക്കും. അത് ചോദിക്കാതെ കിട്ടുമോ? അത് ചിലപ്പോൾ കിട്ടലുണ്ടാവില്ല. ചോദിക്കാതെ കിട്ടലുണ്ടാവില്ല. ഞാൻ ഇപ്പൊ ചൂടുവെള്ളത്തിന് ചോദിച്ചിട്ട് തന്നെ കിട്ടിയില്ല. അപ്പോ സുഹൃത്തുക്കളെ, അപ്പൊ ചിലപ്പോ ചോദിച്ചാൽ തന്നെ കിട്ടൂല. പിന്നെയല്ലേ ചോദിക്കാതെ കിട്ടല്? അല്ലാഹു തആല വെച്ച നിമിത്തമാണ്. എന്ത്? ചോദിക്കുക, ആവശ്യപ്പെടുക. ആവശ്യപ്പെടുമ്പോഴാണ് കിട്ടുക. അത് നിമിത്തമാണ്. ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ ഡോക്ടറെ സമീപിക്കണം. ഒരാൾ പറഞ്ഞ് സുഖല്ല, ഇങ്ങനെ ഇവിടുന്ന് ഒരു വേദന, ഡോക്ടറെ സമീപിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഡോക്ടറെ സമീപിക്കണം എന്നിട്ട് ഒരാൾ വേഗം പോയി ഡോക്ടറെ അടുത്ത് പോയി ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ചും പോകുന്നത്. അങ്ങനെയാ അതിൻ്റെ അർത്ഥം? സമീപിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സമീപിച്ചിട്ട് വിഷയം പറയണമെന്നല്ലേ? അല്ലാഹ് പറഞ്ഞില്ലേ, വലൗ അന്നഹും യളമു അൻഫുസഹും. തെറ്റ് ചെയ്തു പോയോ? മുഅ്മിനീങ്ങളായ ആളുകൾ തെറ്റ് ചെയ്തു പോയോ? എന്നാൽ ജൗക്ക്, തങ്ങളെ സന്ദർശിക്കണം, തങ്ങളെടുക്കൽ വരട്ടെ. എന്തിനാ അള്ളാഹിനോട് തെറ്റ് ചെയ്ത് എന്തിനാ റസൂലുള്ളാഹിന്റെ അടുത്ത് വരുന്നത്? അല്ലല്ലേ ദോഷം വെറുക്കുന്നത്? അല്ലല്ലാതെ ദോഷം വെറുക്കുവോ? പക്ഷേ അല്ലാഹു തആല നബിതങ്ങളെ ബഹുമാനിക്കാണ്. എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെടുക്കൽ വന്നാൽ ഞാൻ ദോഷം പുറത്തു കൊടുക്കും. നിങ്ങൾ പുറക്കിരുന്ന പൊറുക്കൂല. ജൗക്ക്, തങ്ങളെടുക്കൽ വരട്ടെ. വരട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോവാന്നാ? അല്ല. പിന്നെ ഡോക്ടറെ അടുത്ത് വരട്ടെ എന്നതിന്റെ അർത്ഥം എന്താ? ഡോക്ടറെ കണ്ടിട്ടങ്ങ് പോവാന്നാ? അല്ല. ആ ഡോക്ടറോട് പറയണം എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയണം. അതുപോലെ അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്താൻ വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, അവരുടെ ദോഷം പൊറുക്കാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് നബി തങ്ങളോട് അവർ ആവശ്യപ്പെടട്ടെ. നബിതങ്ങളെ സമീപിക്കണം, ആവശ്യപ്പെടണം. എന്താ കാരണം? കാരണം ഇമാം റാസി തഫ്സീറിൽ വിവരിക്കുകയാണ്. കാരണം ഇദാ ജാഊഹു ജാഊ മൻ ഖസ്സഹു ബിരിസാലതിഹി വഅക്രമഹു ബിവഹീഹി വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി. റസൂലുള്ളാഹിന്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞാൽ അല്ലാഹ് റസൂലാക്കിയ ആളാണത്, വഹി കൊടുത്ത് ബഹുമാനിച്ച ആളാണത്. സൃഷ്ടികളുടെയും അള്ളാഹുവിന്റെയും ഇടക്ക് അല്ലാഹ് മധ്യവർത്തിയാക്കി വെച്ച ആളാണത്. മധ്യവർത്തിയെ സമീപിക്കാനാ പറഞ്ഞത്. റസൂലുള്ളാഹിനെ സമീപിക്കണം. ഹേ മധ്യവർത്തി വേണ്ട, ഞാൻ അതിൻ്റെ ആളാ, ഇങ്ങനൊക്കെ പറയുന്ന വിവരമില്ലാത്തവരില്ലേ? അവരൊക്കെ ഈ മൗലവിമാര് പറ്റിച്ച സാധാരണക്കാരെ ഈ മൗലവിമാര് പറ്റിച്ചതാണ്. അവരല്ല ഇതിന്റെ ഉത്തരവാദി. സുബ്ഹാനല്ലാഹ്.
അള്ളാന്റെ ഖുർആനാ പറയുന്നത്, ഖുർആന്റെ മാനയാ ഇമാമിങ്ങൾ തഫ്സീറിൽ പറയുന്നു. വജഅലഹു സഫീറൻ ബൈനഹു വബൈന ഖൽഖിഹി, സൃഷ്ടികളുടെയും അല്ലാഹുവിന്റെയും ഇടക്ക് അല്ലാഹ് മധ്യവർത്തിയാക്കി വെച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഫൈദാ ജാഊഹു, അവൻ നബി തങ്ങളുടെ അടുക്കൽ വന്നാൽ, ഇദാ കാന കദാലിക, അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ അടുത്ത് അവർ വന്നാൽ, ഇമാം റാസി പറയാൻ ലാ യറുദ്ദു ശഫാഅതഹു, നബി തങ്ങളെ റെക്കമെൻഡ് അല്ലാഹ് തള്ളൂല. നബിതങ്ങളെ റെക്കമെൻഡ് അല്ലാഹു തള്ളൂല. അതുകൊണ്ടാണ് നബിതങ്ങൾ എടുക്കൽ വരണം, റെക്കമെൻഡ് ചോദിക്കണം എന്ന് പറഞ്ഞത്. ചോദിച്ചുകൂടാന്നല്ല, കൊടുക്കുന്നത് മുഴുവനും അള്ളയാണ്. അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ ആ ഖൈർ കിട്ടാൻ നബിതങ്ങളെ സമീപിക്കണം, നബിതങ്ങളോട് ആവശ്യപ്പെടണം. ദോഷം പൊറുക്കലിനേക്കാൾ വലിയൊരു ഖൈർ വേറെ എന്താ കിട്ടാൻ? അത് റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടണമെന്ന് ഖുർആൻ. നമുക്ക് ഖുർആൻ തള്ളിയിട്ട് ജീവിക്കാൻ കഴിയില്ല. ഖുർആൻ തള്ളിയിട്ട് ഒരു മുസ്ലിമിന് ജീവിതം ഇല്ല. ഇനി നിങ്ങൾ നോക്കൂ, ആ നബിതങ്ങളോട് തന്നെ ഖുർആൻ പറയാണ്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാരെ ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യൂ നബിയേ. അള്ളാഹ് പറഞ്ഞ മധ്യവർത്തി വേണ്ടെന്നാ, നബി തങ്ങൾ മധ്യവർത്തി ആവൂന്നാ പറയും. തങ്ങൾ അവരെ ദോഷം പൊറുക്കാൻ എന്നോട് പറയൂ നബിയെ. എന്തിനാന്ന് ചോദിക്കണ്ട, അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ പറ്റൂല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അള്ളാഹുവിന്റെ തീരുമാനമാണത്. ദോഷം ഞാൻ പൊറുക്കും, എൻ്റെ ഹബീബായ നബി എന്നോട് പറയട്ടെ, പറഞ്ഞാൽ ഞാൻ പൊറുക്കും. നബിയോട് പറയാൻ, ഓ നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം, റെക്കമെൻഡ് ചെയ്യണം ഖുർആൻ. ഇനി നിങ്ങൾ നോക്കൂ, ഖുർആനിൽ 3 സൂറത്ത്, ഒന്ന് സൂറത്തുൽ മുഅ്മിനൂൻ, മറ്റൊന്ന് സൂറത്തുൽ മുനാഫിഖൂൻ, മറ്റൊന്ന് സൂറത്തുൽ കാഫിറൂൻ. കാഫിരീങ്ങളുടെ അഥവാ അവിശ്വാസികളുടെ ആശയം പറയുന്ന സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതേ സമയത്ത് വേറൊരു സൂറത്ത് സൂറത്തുൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുന്ന സൂറത്ത്. ഒക്കെ പറയാൻ ഇപ്പോൾ ഇവിടെ സമയം ഇല്ല. മൂന്നാമത്തെ വേറൊരു സൂറത്ത് സൂറത്തുൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളുടെ ലക്ഷണം പറയുന്ന സൂറത്ത്. കപട വിശ്വാസി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയും, പക്ഷെ ഉള്ളിൽ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വാസമില്ല. ഖുർആൻ തുടക്കം തന്നെ പറഞ്ഞത് ഇന്നക ലറസൂലുള്ളാഹ് എന്ന് മുനാഫിഖീങ്ങൾ തങ്ങളോട് പറയും. പക്ഷേ വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് മുനാഫിഖീങ്ങൾ തങ്ങളുടെ അടുക്കൽ വന്ന് പറയും. അള്ളാഹു സാക്ഷിയാണ്, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നതല്ല, നാവ് കൊണ്ട് പറയാണ്. അള്ളാഹു പറയുന്നവർ കളവ് പറയാണ്, മനസ്സിൽ ഉറപ്പിച്ചിട്ടില്ല. ആ മുനാഫിഖീങ്ങളെ ലക്ഷണം പറയാണ് സൂറത്തുൽ മുനാഫിഖൂനയിൽ. എന്താ പറഞ്ഞത് ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തഅലു വരിൻ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, ആ റെക്കമെൻഡിന് വേണ്ടി നബി തങ്ങളോട് ആവശ്യപ്പെടാൻ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചാൽ ലവ്വൂ റൂസഹും, അവർ തലയങ്ങ് തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂൻ, അവർ പിരിഞ്ഞു പോകും. എന്താ കാരണം? വഹും മുസ്തക്ബിറൂൻ, അവർ കിബ്രന്മാരാണ്. ഞങ്ങൾ ദോഷം ചെയ്യേണ്ട, ഞങ്ങൾ പഠിച്ചവരോട് ഡയറക്റ്റ് പറഞ്ഞോളും, അങ്ങനെ മുഹമ്മദ് നബിയോട് പറഞ്ഞിട്ട് പൊറുക്കണമെന്നില്ല എന്ന അഹങ്കാരമാണ്. അല്ലാഹ് പറയാണ്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബി തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, എല്ലാ ശത്രുക്കളോടും കാരുണ്യമാണ്. അതല്ലേ നബി തങ്ങളുടെ വലിയ മഹത്വം, എല്ലാരോടും കാരുണ്യം. എന്റെ സ്ഥാനം വകവെച്ച് തരാത്ത, ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് വിശ്വസിക്കാത്ത ഈ മുനാഫിഖിനോടും കാരുണ്യമുള്ള ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നബി തങ്ങളോട് അല്ലാഹ് പറയാണ്, ഓ നബിയെ, അവര് തങ്ങളോട് ആവശ്യപ്പെടുന്നില്ലെങ്കിലും തങ്ങളെ വകയിൽ തങ്ങളൊന്നെന്നോട് അവരെ ദോഷം പൊറുക്കണോന്ന് റെക്കമെൻഡ് ചെയ്താൽ, അംലം തസ്തഗ്ഫിർ ലഹും, ഇല്ലേ തങ്ങൾ പൊറുക്കലിനെ ചോദിച്ചില്ല, റെക്കമെൻഡ് ചെയ്തില്ല, എന്തായാലും തങ്ങളെ സ്ഥാനം വകവെച്ച് തരാത്ത, തങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടാൻ പറയുമ്പോ തലതിരിക്കുന്ന കക്ഷികൾക്ക് അല്ലാഹു പൊറുക്കൂല നബിയേ. അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്, റസൂലുള്ളാഹിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അത് വകവെച്ചു കൊടുക്കാത്തവന് ഞാൻ പൊറുക്കൂല എന്ന് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. ഓ സുഹൃത്തുക്കളെ, അതെ, പിന്നെ മധ്യവർത്തി വേണ്ട എന്ന് ആര് പറഞ്ഞു? ഖുർആൻ ഇങ്ങനെ പറയുമ്പോ മധ്യവർത്തി വേണ്ട എന്ന് ആര് പറഞ്ഞു? അല്ലല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഇനി നിങ്ങൾ മുൻഗാമികളായ അമ്പിയാക്കളെ നോക്കൂ. യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ സ്വന്തം സഹോദരനെ പൊട്ടക്കിണറ്റിലെറിയുന്നു.
ബാപ്പയെ ദുഃഖിപ്പിക്കുന്നു. എന്തെല്ലാം തെറ്റാണ് അവർ ചെയ്തത്. അവസാനം അവർ തൗബ ചെയ്യുന്നു. ആ തൗബ ചെയ്യുമ്പോൾ മക്കൾ ബാപ്പാനോട് പറയാണ്, യാ അബാന അസ്തഗ്ഫിർ ലനാ, ഞങ്ങളെ ബാപ്പ ഞങ്ങളെ ദോഷം പൊറുക്കാൻ ബാപ്പയൊന്ന് റെക്കമെൻഡ് ചെയ്യണേ. അപ്പൊ യാക്കൂബ് നബി എന്തായാലും മധ്യവർത്തി വേണ്ട, നിങ്ങൾ പഠിച്ചവനോട് പറഞ്ഞാൽ മതി എന്നോ? ഇല്ല. പിന്നെന്താ പറഞ്ഞു? സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, എന്റെ റബ്ബിനോട് നിങ്ങളെ ദോഷം പൊറുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യും. കണ്ടോ എത്ര എത്ര ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അള്ളാഹു കുറെ മലക്കുകളെ വെച്ചിരിക്കുന്നു. എന്തിന്? നമ്മക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ. ഖുർആൻ പറയുന്നു, യസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന മലക്കുകളുണ്ട്. അള്ളാഹു തആല മലക്കുകളെ ആദരിച്ചു വെക്കുന്നു, അമ്പിയാക്കളെ വെക്കുന്നു, സാലിഹീങ്ങളെ വെക്കുന്നു. എന്തിന്? മുഅ്മിനീങ്ങൾക്ക് ഖൈറിന്റെ നിമിത്തങ്ങളായി ഇടപെടാൻ വേണ്ടി വെക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളമില്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടുന്നു. ഖുർആൻ പറഞ്ഞില്ലേ, ഔഹൈനാ ഇലാ മൂസാ ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ, തേടിയത് ആരോടാണ്? മൂസാ നബിയോടാണ്. മൂസാ നബിയോട് തേടിയപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞത്? മൂസാ നബിയെ നിങ്ങൾ അവർക്കൊക്കെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്ക്, നിങ്ങളോട് തേടിയ ശിർക്കാണ് എന്നാ? അല്ല. പിന്നെ മൂസാ നബിയോട് അവര് തേടുന്നു. അപ്പൊ മൂസാ നബി എന്താ ചെയ്തത്? വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി, മൂസാ നബി അല്ലാഹുവിനോട് തേടുന്നു. മൂസാ നബിയോട് ജനങ്ങൾ തേടുന്നു. മൂസാ നബി അല്ലാഹുവിനോട് തേടുന്നു. അപ്പൊ അല്ലാഹു പറയുന്നു, ഫദ്രിബ് ബിഅസാകൽ ഹജർ, നിങ്ങളെ വടി കൊണ്ട് അതാ പാറക്കല്ലിനൊരടി കൊടുക്കൂ. ഫംബജസത് മിൻഹു സനതാ അസ്റത ഐന, ഫംഫജറത് എന്നും കാണാം. അതേ 2 സ്ഥലത്ത് ഖുർആനിൽ ആ സംഭവം പറയുന്നുണ്ട്. അതേ 12 അരുവികൾ, തോടുകൾ പൊട്ടിയൊലിക്കുന്നു. പാറക്കടിക്കുന്നു, വെള്ളം പൊട്ടിയൊലിക്കുന്നു. മൂസാ നബിയോട് ആര് തേടുന്നു? അനുയായികൾ തേടുന്നു. ശിർക്കാണ് നല്ല പറഞ്ഞോ? ഇല്ല. മൂസാ നബി പറഞ്ഞോ? ഇല്ല. മൂസാ നബിയോട് ജനങ്ങൾ തേടുന്നു. മൂസാ നബി അല്ലാഹുവിനോട് തേടുന്നു. അതല്ലേ റെക്കമെൻഡ് ആവശ്യപ്പെടൽ? റെക്കമെൻഡ് തേടുന്നു. എവിടെയാ കുഴപ്പം? ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിനോട് ഡയറക്റ്റ് തേടിക്കൂടാ എന്ന് പേരോട് പറഞ്ഞു എന്ന് നാളെ പറയണ്ട. അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ഞങ്ങൾ തേടാറില്ലേ? അള്ളാഹുവേ ഞങ്ങളെ ദോഷം പൊറുക്കണേ. നേരത്തെ പറഞ്ഞ ആയത്തിലും ഉള്ളത് എന്താണ്? നബിയെ തങ്ങളെടുക്കൽ വരട്ടെ, ഫസ്തഗ്ഫിറുല്ലാ, എന്നിട്ട് തങ്ങളെ സമീപത്ത് വെച്ച് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ ചോദിക്കട്ടെ. അത് മാത്രം പോരാ, നബിതങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടുകയും എന്നിട്ട് നബിതങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയും നടക്കട്ടെ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചുകൂടാതെ പേരോട് പറഞ്ഞില്ല. ലോകത്തൊരു മുസ്ലിമും പറഞ്ഞിട്ടല്ലേ പറയുകയില്ല. അള്ളാഹുവിനോട് ചോദിക്കാം. അള്ളാഹുവിനോട് ഡയറക്റ്റ് ചോദിക്കുന്നതിന് ഇവിടെ ആരും എതിരില്ല. വാസ്തവത്തിൽ അള്ളാഹിനോട് ദ്വാരക്കുന്നവർ സുന്നികളാണ്. സുന്നികളല്ലാതെ ഇവിടെ ആരാ അള്ളാഹിനോട് ദ്വാരക്കല്? അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരല്ലേ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി? നിങ്ങളൊരു മരിച്ച വീട്ടിൽ പോയിട്ട് ആ മയ്യത്തിന് പൊറുക്കാൻ വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് കൈ ഉയർത്തി ദ്വാര നോക്ക്, ഓരൊറ്റ മുജാഹിദ് ആമീൻ പറയൂല. അള്ളാഹിനോട് ദ്വാരക്കുന്ന ആർക്കാണ് എതിർപ്പുള്ളത്? സുന്നികൾക്കാണോ? അവർ ആമീൻ പറയൂല. ആമീൻ പറഞ്ഞാൽ എന്താ ടാക്സ് കൊടുക്കണോ അതിന്? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ആ മയ്യത്തിന് പുറത്തു കൊടുക്കണേ എന്നൊരു മരിച്ച വീട്ടിൽ പോയിട്ട് ദുആ ചെയ്യുമ്പോ എന്തുകൊണ്ട് ആമീൻ പറയുന്നില്ല? അല്ലാഹ് പറഞ്ഞില്ലേ, അതേ ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്തോളൂ ഞാൻ ഉത്തരം തരും എന്ന് അല്ലാഹ് പറഞ്ഞതല്ലേ. ആ മൊയ്യാര് ദ്വാരക്കാണ് ഫാത്തിഹ ഓതിയിട്ട്. അപ്പൊ ഫാത്തിഹ ഓതുന്നില്ല. എന്തേ? ഫാത്തിഹ ഓതിയാൽ എന്താ കുഴപ്പം? ഫാത്തിഹയ്ക്ക് എന്താണ് കുഴപ്പം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ. അതേ ഫാത്തിഹയിൽ നിന്നൊരു അക്ഷരമെങ്കിലും ലം തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു, ഫാത്തിഹയിൽ നിന്നൊരു അക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം തരും എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലേ. എന്തുകൊണ്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ ഫാത്തിഹയ്ക്ക് കൂടുന്നില്ല? റസൂലുള്ളാഹിനെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഇനി ഞാൻ പറയട്ടെ, സുന്നികളെ പോലെ ദ്വാരക്കുന്നവർ വേറെ ആരാ? യാത്ര ഇറങ്ങുമ്പോൾ ദുആ, യാത്ര കഴിഞ്ഞ് വന്നാ ദുആ, സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന് നിശ്ചയിക്കുമ്പോൾ ഒരു ദുആ, നിശ്ചയിച്ചിട്ട് നിക്കാഹ് നടത്താൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു ദുആ, നിക്കാഹ് കഴിഞ്ഞാലൊരു ദുആ, ദുആയോട് ദുആ. അള്ളാഹിനോട് അത്ര ദ്വാരക്കുന്ന ഒരു കൂട്ടർ സുന്നികളല്ലാതെ അള്ളാഹുവിനോട് ദ്വാരക്കുന്നവരാരാ? എപ്പോഴും ദുആ. അതല്ലേ സുന്നികൾ? അള്ളാഹിനോട് ദ്വാരക്കലല്ലേ.
അള്ളാഹുവിനോടാണ് സുന്നികൾ പ്രാർത്ഥിക്കുന്നത്, സുന്നികൾ ദുആ ചെയ്യുന്നത് അള്ളാഹുവിനോടാണ്. അതേസമയം അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നതിനാൽ, ഖുർആൻ അംഗീകരിക്കുന്നതിനാൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന വഴികൾ പിന്തുടരുന്നു. അള്ളയും റസൂലും പഠിപ്പിച്ചാണ് ഫാത്തിഹ ഓതിയിട്ട് ദുആർക്കുക, അൽഹംദുലില്ലാ പറഞ്ഞിട്ട് ദുആ ചെയ്യുക, സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക, സൽക്കർമ്മം ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വഴിയാണ്. അതുപോലെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. ഉമർ ഇബ്നു ഖത്താബ് നിങ്ങൾ മഴ കിട്ടാൻ വേണ്ടി പഠിച്ചവനോട് ദുആ ചെയ്യുന്നു, തവസ്സുൽ ചെയ്തുകൊണ്ടാണ് ദുആ ചെയ്തത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി ദുആ ചെയ്യുന്നു. മുൻനിർത്താൻ തന്നെ അർത്ഥം എന്താ? കഅബയെ മുൻനിർത്തി ചോദിക്കാൻ തന്നെ അർത്ഥം എന്താ? കഅബ ശരീഫിനെ മുൻനിർത്തി ചോദിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? കഅബത്തിന്റെ ബഹുമാനം കണക്കിലെടുത്ത് റബ്ബേ ഞങ്ങൾക്ക് നീ മഴ തരണേ എന്ന് പറഞ്ഞാൽ കഅബത്തിനെ മുൻനിർത്തി ചോദിക്കലായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി ദുആ ചെയ്തു. അതേ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇടയാളനാക്കലായി. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മ. മുഹമ്മദ് നബിയെ ഇടയാളനാക്കി ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. അങ്ങനെ ദുആർക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? അതാണ് തവസ്സുൽ. അത് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വഴിയാണ്. അതിന്റെ ശേഷം എന്താ ഉള്ളത്? യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ദിയ ലീ. ഓ മുഹമ്മദ് നബി, പിന്നെ ഇസ്തിഗാസയാണ്. നബി തങ്ങളെ നേരിൽ വിളിച്ച് പറയാണ്. അതും റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ആ ഹദീസ് സഹീഹാണെന്ന് അൽബാനി പറഞ്ഞില്ലേ? ഇനി പിന്നെ ആരാ പറയേണ്ടത്? എല്ലാ മുജാഹിദും പറയുന്ന അൽബാനി പറഞ്ഞില്ലേ അത് സഹീഹായ ഹദീസാണെന്ന്? എല്ലാവരും പറഞ്ഞില്ലേ അത് സഹീഹാണെന്ന്? എന്താണ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്? യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി, എൻ്റെ ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങയെ മുന്നിടിച്ചുകൊണ്ട് ഞാനിതാ അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ലിതഖ്ദിയ ലീ, തങ്ങൾ എനിക്ക് ആ ആവശ്യം നിർവഹിച്ചു തരാനാണ്. തങ്ങൾ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ. അതിന്റെ അർത്ഥം എന്താ? ഖുതുബ ഓതുമ്പോ നമ്മൾ പറയില്ലേ ഇന്നക അന്ത ഖാദിൽ ഹാജാത്ത്, അല്ലെ യാ ഖാദിൽ ഹാജാത്ത്, ആവശ്യങ്ങൾ മുഴുവനും നിർവഹിച്ചു തീർന്നവൻ അല്ലാഹുവാണ്. പിന്നെ എങ്ങനെ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം അള്ളാഹു ആവശ്യം നിർവഹിച്ചു തരാൻ തങ്ങൾ ഇടപെടണം എന്നാണ്. അതുകൊണ്ടാണ് അതിന്റെ ബാക്കി ഭാഗം എന്താണ് ഹദീസിലുള്ളത്? അല്ലാഹുമ്മ ഫശഫിഉ ഫിയ, അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവേ ഞാനിതാ നബി തങ്ങളോട് റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആ റെക്കമെൻഡ് നീ ഒന്ന് സ്വീകരിക്കണേ എന്ന് പഠിച്ചവനോട് ദുആ. അള്ളാഹുവിനോട് ചോദിക്കുന്നതിനാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. സൃഷ്ടികളോട് ചോദിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയൂല. മുജാഹിദിന്റെ മൗലവിമാര് ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അതാ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയും. ഇല്ല, നമ്മൾ ബദരീങ്ങളെ വിളിച്ച് തേടും, മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് തേടും. അങ്ങനെ നമ്മൾ മുതലാളിമാരോട് തേടും, ഡോക്ടറോട് തേടും, പലരോടും തേടും. കൊടുക്കുന്നതല്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യും. അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള മാർഗമാണത്. അങ്ങനെ തേടും. ചിലപ്പോ ഡിക്ഷണറി നോക്കിയാൽ ചിലപ്പോ എന്താണ് കൂട്ടണം പ്രാർത്ഥന എന്നുണ്ടാവും. അപേക്ഷിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയാം എന്ന് ഡിക്ഷണറി ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ പറയൽ പതിവില്ല. മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ് ഞങ്ങൾ മർക്കസ് പഠിക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരെങ്കിലും വെള്ളപ്പൊക്കത്തിന് ജലദോഷം എന്ന് പറയലുണ്ടോ? വെള്ളപ്പൊക്കത്തിന് ജലദോഷം എന്ന് പറയോ? അതുപോലെ സൃഷ്ടികളോട് ചോദിക്കുന്ന പ്രാർത്ഥന എന്ന് പറയോ? നിങ്ങൾ ഈ മൈക്കിന് പെർമിറ്റ് എടുത്തില്ലേ? എന്താണ് അതിന് പറയാ? അതെ, പോലീസ് സ്റ്റേഷനിൽ പോയി അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു എന്ന് പറയലുണ്ടോ? അങ്ങനെ പറയലില്ല. അപേക്ഷിച്ചു എന്നാ പറയാം. സൃഷ്ടികളോട് ചോദിക്കുന്ന അപേക്ഷിച്ചു എന്നാ പറയാം. ഗവൺമെന്റിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയലുണ്ടോ? ഗവൺമെന്റിനോട് അപേക്ഷിച്ചു, ആവശ്യപ്പെട്ടു, ചോദിച്ചു, ഇങ്ങനെയാ പറയാ. പ്രാർത്ഥിച്ചു എന്ന് പറയില്ല. ഡിക്ഷണറി കാണുന്നെല്ലാം പറയല. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇങ്ങനെ 3-4 ദിവസം മുമ്പ് ഇങ്ങനെ പോകുമ്പോ നമ്മളെ പറവൂർ മുഹമ്മദ് സാഹിബ് ഉണ്ട്, സ്റ്റേജിലുണ്ടായിരുന്നു, നേരത്തെ പോയോ? ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ഊണയിക്കാന്ന് എന്തിനാ പറയാ? അപ്പോ സാധാരണ ഊണയിക്കാൻ എന്തിനാ പറയാ? വാഴക്കാട്ടൊക്കെ ഊണയിക്കാൻ എന്തിനാ പറയാ? ചോറുന്നതിനാ പറയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ എങ്ങനെയാ? ചോറുന്നതിന് ഊണയിക്കാന്ന് പറയും. അപ്പൊ ഞാൻ ചോദിച്ചു, അതിനെ പറയുള്ളൂ, പൊറാട്ട തിന്നതിന് പറയൂലേ? പൊറാട്ട തിന്നതിന് ഊണയിക്കുമെന്ന് അറിയില്ലേ? അപ്പൊ ഇങ്ങനെ സംശയമായി. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഡിക്ഷണറി നോക്കി. ഇപ്പൊ ഡിക്ഷണറി നോക്കി അങ്ങൊന്നും പോണ്ടല്ലോ. ഭൂമി ഒരു ഉണ്ട പോലെ കയ്യിലെന്നോ അവർ എല്ലാ സാധനവും ഈ മൊബൈൽ ഉണ്ടാവൂലേ? അങ്ങനെ മൂപ്പര് മൊബൈൽ തുറന്ന് നോക്കി എന്നോട് പറഞ്ഞ്,
ഊണ്. അതിന്റെ അർത്ഥം എന്താ ഉള്ളത്? ഡിക്ഷണറി നോക്കിയിട്ട് പറയാണ് എന്താ ഉള്ളത്? ഒന്ന് തീറ്റ, രണ്ടാമത്തെ ഭക്ഷണം, മൂന്നാമത്തെ ചോറ്. പക്ഷെ നമ്മളുണ്ടോ ആരെങ്കിലും പൊറാട്ട ഊണ് വെച്ചു എന്നറിയോ? ഇല്ല. ചില ഹോട്ടലിലൊക്കെ എഴുതിയൊക്കെ തന്നെ ഊൺ തയ്യാർ, നെയ്ച്ചോറ് റെഡീന അല്ലേ? അപ്പോ ഊണ് എന്നത് എല്ലാ ഭക്ഷണത്തിനും പറയും, അത് ഡിക്ഷണറിയിൽ അങ്ങനെയാ. പക്ഷെ അങ്ങനെ പറയൽ പതിവില്ല. പിന്നെ എന്തിനാണ് ഈ മൗലവിമാര് വെറുതെ ഈ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ പറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ഇത് ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നൊരു പുതിയ വാചകം ഉണ്ടാക്കിയത്? ആ വാചകം ഉണ്ടാക്കിയോണ്ടൊന്നും ആളുകളെ പറ്റിക്കാൻ കഴിയൂല കേട്ടോ. ദുആ അങ്ങനെ ഒരു വാചകം ഉണ്ടാക്കിയോണ്ട് ആളുകളെ പറ്റിക്കാൻ കഴിയോ? ഖുർആനിൽ നിങ്ങൾ കണ്ടില്ലേ ദുആ എന്നുള്ള വാചകം എന്തൊക്കെ അർത്ഥത്തിലാണ് അല്ലാഹു പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്. എത്രത്തോളം എന്നറിയോ? അല്ലാഹു തആല നബിതങ്ങളെ ആക്രമിച്ച സമൂഹം, നബിതങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ടുകൊടുത്ത സമൂഹം, നിസ്കരിക്കുമ്പോൾ ബുദ്ധിമുട്ടിച്ച സമൂഹം, അങ്ങനെയൊക്കെ ചെയ്ത കക്ഷികളെ സംബന്ധിച്ച് അല്ലാഹു പറയാണ് അവൻ ദുആ നടത്തട്ടെ, നാദിയ അവന്റെ ആൾക്കാരെ മുഴുവനും അവൻ വിളിക്കട്ടെ. എന്താണ് അല്ലാഹു ഉപയോഗിച്ച വാചകം? സനദഉ, നമ്മൾ ദുആ നടത്തും. അസ്സബാനിയ, സബാനിയാക്കളായ മലക്കുകളെ നമ്മൾ ദുആ നടത്തും. പറഞ്ഞാൽ അള്ളാന്റെ റസൂലിനെ സഹായിക്കാൻ മലക്കുകളെ നമ്മളും വിളിക്കൂന്ന് അല്ലാഹു പറഞ്ഞു. ഇവിടെ വിളിക്കൂന്നുള്ളതിന് സന്നദു എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? ഓ അല്ലാഹു തആല ദുആ നടത്തി, മലക്കുകളോട് ദുആ നടത്തി പ്രാർത്ഥിച്ച് അല്ലാഹു ശിർക്ക് ചെയ്തു എന്ന് പറയോ മൗലവി? അപ്പൊ സന്നദു എന്ന് അല്ലാഹു തന്നെ പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ഏതെങ്കിലും വാചകത്തുമ പിടിച്ചുകൂടിയിട്ട് ലോക മുസ്ലിമീങ്ങളെ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാക്കി ചിത്രീകരിക്കണ്ട. ശരിയായ ഖുർആനും ഹദീസും പഠിക്കുക, എന്നിട്ട് അതനുസരിച്ച് അവനവന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം നബിതങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ചെന്ന് യാ ഇസ്തസ്ഖി ലി ഉമ്മതിക യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മതക ഖദ് ഹലകു, തങ്ങളെ ഉമ്മത്ത് നശിച്ചുപോയി നബിയെ വരൾച്ച കൊണ്ട്. ഓ നബിയെ വെള്ളം വാങ്ങിത്തരണം. ഖബറിലുള്ള നബിതങ്ങളോട് സഹായം ചോദിച്ചില്ലേ? അത് ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബ് 100% അംഗീകരിച്ചില്ലേ? ഇമാം ബുഖാരിയുടെ ഗുരുവര്യന്മാരിൽപ്പെട്ട ഇബ്നു അബീ ശൈബ തങ്ങളുടെ മുസന്നഫിൽ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇമാം അസ്ഖലാനി തങ്ങൾ, ഇബ്നു കസീർ അടക്കം സർവ്വ പണ്ഡിതന്മാരും സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വഫാത്തായാലും വഫാത്തായില്ലെങ്കിലും അല്ലാഹുവിങ്കിൽ നിന്ന് കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടെ അമ്പിയാക്കളോട് ചോദിക്കുക. കാരണം അതേ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ദുനിയാവിലുള്ളതിനേക്കാൾ പവറാണ്, സ്ഥാനമാണ് ആഖിറത്തിൽ എന്ന് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ആഖിറത്തിനെ സംബന്ധിച്ച് പറഞ്ഞു ലഹിയൽ ഹയവാൻ, ആഖിറമാണ് യഥാർത്ഥ ജീവിതം. ആ യഥാർത്ഥ ജീവിതത്തിലേക്ക് നീങ്ങിയ മഹാന്മാർ അവരെ ഡെഡ് ബോഡിയോട് ഞങ്ങളാരും ചോദിക്കാറില്ല. സംശയം വേണ്ട, ഡെഡ് ബോഡിയോടല്ല ചോദിക്കുന്നത്, ആത്മാവിനോടാണ്. ആത്മാവിന് മരണം ഇല്ല, ആത്മാവിന് നാശം ഇല്ല, ആത്മാവ് എന്നും സജീവമാണ്. അത് മനുഷ്യ ശരീരത്തിൽ ആത്മാവുള്ള സമയത്ത് അത് വണ്ടിയിലുള്ള ഡ്രൈവറെ പോലെയാണ്. വണ്ടിയിലുള്ള ഡ്രൈവർ ആ വണ്ടിയും ശ്രദ്ധിക്കണം, മറ്റു വിഷയവും ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് വലിയ പ്രശ്ന. അതുകൊണ്ടാണ് ചിലപ്പോൾ ചെറുപ്പക്കാര് കുട്ടികൾ ബസ് തടഞ്ഞു വെച്ച് എന്നിട്ട് ഡ്രൈവറെ തല്ലാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം പറയും ഞാൻ വണ്ടി വെച്ചിട്ട് വരട്ടെ കാണിച്ചു തരാൻ. എന്താണ് എൻ്റെ അർത്ഥം? ഈ വണ്ടി നോക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് നേരിടാൻ കഴിയില്ലാന്നല്ല എൻ്റെ അർത്ഥം. വണ്ടി അങ്ങ് മാറ്റി വെച്ചാലോ പിന്നെ ഞാനും നിങ്ങൾ ഒരുപോലല്ലേ എന്നാ അദ്ദേഹത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം അല്ലേ? ഇതുപോലെ ശരീരത്തിലുണ്ടാകുമ്പോ ശരീരത്തെ നോക്കേണ്ട സമയമാണ്. ശരീരത്തിൽ ഇറങ്ങിയാൽ ആത്മാവ് സ്വതന്ത്രമാണ്. അപ്പൊ ആത്മാവിന് ശക്തി കൂടുകയല്ലാതെ കുറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡെഡ് ബോഡിയെ ആരും വിളിക്കാറില്ല, ആത്മാവിനെയാണ് വിളിക്കുന്നത്. ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു മാത്രമാണ് കൊടുക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് തടയുന്നവൻ, അല്ലാഹു മാത്രമാണ് സഹായിക്കുന്നവൻ. 5000 മലക്കുകളെ ഇറക്കി കൊടുത്തു അല്ലാഹു തആല ബദ്റിൽ. എന്തിന്? യുംദിദുകും, നിങ്ങളെ സഹായിക്കാൻ. അല്ലാഹു 5000 മലക്കുകൾ ഇറക്കി കൊടുത്തു. എന്നിട്ട് അല്ലാഹു എന്ത് പറഞ്ഞു? അവസാനം അല്ലാഹു പറയാണ്
5000 മലക്കുകളിലേക്ക് ഇങ്ങൾക്കൊരു സന്തോഷത്തിന് ഇറക്കിയാട്ടോ. വലിതത്മഇന്ന ബിഹി ഖുലൂബുകും, നിങ്ങളെ മനസ്സിനൊരു സമാധാനത്തിന് ഇറക്കിയാട്ടോ. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. പിന്നെ മലക്കുകൾ അല്ലാഹു തആല ഇറക്കി നിങ്ങൾക്കൊരു സമാധാനം, നിങ്ങൾക്കൊരു ഇടപെടാൻ കുറച്ച് ആളുകൾ ഇടപെട്ടിട്ടുണ്ട്. മലക്കുകൾ ഇടപെടാൻ കുറച്ച് ആളുകൾക്ക് സഹായം അല്ലാഹുവിൽ നിന്നാണ്. 5000 അല്ല 5 ലക്ഷം മലക്കുകളുണ്ടായാലും അല്ലാഹുവിന്റെ സഹായം ഇല്ലെങ്കിൽ ഒരു മലക്കിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെയാണ് വ്യാജത്തരീഖത്തുകാരും സുന്നികളും വേർതിരിയുന്ന ഒരു സ്ഥലവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് കൊടുക്കുന്നവൻ, ഒരു ശൈഖും അല്ല. അല്ലാഹ് മാത്രമാണ് കൊടുക്കുന്നവൻ. ശൈഖും ശരിയായ ശൈഖാണെങ്കിൽ, വ്യാജ ശൈഖിനെ പറ്റിയല്ല, ശരിയായ ശൈഖാണെങ്കിൽ അദ്ദേഹത്തിന് ഇടപെടാനൊക്കെ അല്ലാഹു തആല ചില കഴിവുകൾ കൊടുത്തു എന്ന് വരും. അതെ, തസറുഫുഹും ഫിൽ കായിനാതി വമാ ശാഉ വമാ ശാഉ യഖ്ദീ. സൂഫിയാക്കളെ നേതാവായ അബൂ യസീദ് അൽ ബുസ്താമി റളിയല്ലാഹു അൻഹു ചൊല്ലിയതാണ്. അതാ അവർക്ക്, അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക് ഈ പ്രപഞ്ചത്തിൽ ചില കൈകാര്യങ്ങളുണ്ട്, ചില ഇടപെടലുകൾ ഉണ്ട്. അതെങ്ങനെ? അല്ലാഹു ഉദ്ദേശിച്ചത് ഔലിയാക്കൾ ഉദ്ദേശിക്കും. അവർ ഉദ്ദേശിച്ചത് അല്ലാഹ് അങ്ങ് നിർവഹിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഇടപെടൽ ഉണ്ട്, ഇടപെടൽ ഇല്ല എന്ന് പറയാൻ പാടില്ല. സുഹൃത്തുക്കളെ, റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് വാദിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് വാദിച്ചു. അതിനൊക്കെ പല കാരണങ്ങളും അവർ പറഞ്ഞു. ഒരു കാരണം പറഞ്ഞത്, ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിൽ ഇല്ലാത്തൊരു പുതിയ നിസ്കാരം ഉണ്ടാക്കി. എന്താണ്? തറാവീഹ് നിസ്കാരം. എല്ലാ ദിവസവും റസൂൽ അങ്ങനെ കഴിച്ചിട്ടില്ല, എല്ലാ ദിവസവും 20 റക്അത്ത്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്ന് ആര് വാദിച്ചു? റാഫിളത്ത് വാദിച്ചു. ഇമാം സർഖസി അവിടുത്തെ കിതാബുൽ മബ്സൂത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ആ റാഫിളത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ചെയ്യാത്തൊരു നല്ല കാര്യം ചെയ്തു. ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിൽ എഴുതി വെച്ചു. റസൂലുള്ളാഹി ചെയ്യാത്ത കാര്യം ചെയ്താൽ പിഴച്ചു എന്നാണല്ലോ പുത്തൻവാദികളുടെ വാദം. ആ റാഫിളത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് പറഞ്ഞു. ആ റാഫിളത്ത് വാദിച്ചു അല്ലാഹുവിന് കയ്യും കാലുമുണ്ട് എന്ന് വാദിച്ചു. അതൊക്കെ തന്നെയല്ലേ നമ്മുടെ സെൽഫികളും പറഞ്ഞത്? അല്ലാഹു കയ്യും കാലുമുണ്ടെന്ന വാദം അത് റാഫിളത്തിന്റെ വാദമാണ്. ആ റാഫിളത്ത് അതിൽപ്പെട്ട ഉലാത്തുർ റാഫിള എന്ന് പറയുന്ന ഒരു ടീം അവർ പറഞ്ഞു അലി ഇബ്നു അബീ താലിബ് ദൈവമാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവർക്ക് തീ പൊള്ളിച്ചു അവരെ. അപ്പൊ പറഞ്ഞു നിങ്ങൾ തന്നെയാണ് ദൈവം എന്നൊന്നും കൂടി ഉറച്ചെന്ന് പറഞ്ഞു. അതെന്താണ്? അതേ, ഒരു ഹദീസിലുണ്ട്, ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ, തീയിന്റെ പടച്ചവനാണ് തീ കൊണ്ട് ശിക്ഷിക്കുക. അപ്പൊ നിങ്ങൾ തന്നെയാണ് പടച്ചവൻ എന്ന് ഉറച്ചെന്ന് പറഞ്ഞു. ആര്? അല്ലാഹ് വെളിച്ചം കൊടുക്കാൻ ഞാൻ അങ്ങനെ എത്ര തെളിവ് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതെ, ആ റാഫിളത്തിന്റെ വേറൊരു ടീം ഉലാത്തുർ റാഫിള അവരെന്ത് പറഞ്ഞു? അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഫർഖ് ബൈനൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ പറയാണ്. എന്ത് പറഞ്ഞു? അതാ അല്ലാഹു തആല ലോകം പഠിച്ചു, എന്നിട്ട് ഫവ്വദ തദ്ബീറൽ ആലമി ലി അലിയിൻ, പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അലി ഇബ്നു അബീ താലിബിനെ ഏൽപ്പിച്ചു. ഫഹുവൽ ഖാലിഖു സാനി, അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണ് എന്ന്. നിങ്ങൾ കേട്ടിട്ടേ ആരാ നിങ്ങളെ പടച്ചോന് മടകൂറി ഞങ്ങളെ പടച്ചവനാന്ന് പറയുന്നത്? ചില ത്വരീഖത്ത് കേട്ടിട്ടില്ലേ? അതൊക്കെ ഈ റാഫിളത്തിന്റെ സന്തതികളാണ്. അതേപോലെ അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്ന് പറയുന്നവർ റാഫിളത്തിന്റെ സന്തതികളാണ്. സുന്നത്ത് ജമാഅത്തല്ല, ശരിയായ ഇസ്ലാമല്ല. സുബ്ഹാനല്ലാഹ്. ഞാനിവിടെ പ്രസംഗിച്ചത് 996-97 കാലമാണെന്നാണ് എൻ്റെ ഓർമ്മ. സുബ്ഹാനല്ലാഹ്. അന്ന് ഞാൻ ചിലതൊക്കെ എടുത്ത് വായിച്ചിരുന്നു. പിന്നെന്തെല്ലാം ഉണ്ടായി? പലതും ഉണ്ടായി. അതിൽപ്പെട്ട ഒന്ന് ഞാൻ പറയാം. ഇത് കണ്ടോ നിങ്ങൾ? 2007 ജനുവരിയിലെ മുജാഹിദിന്റെ അൽമനാർ ഇതിലെന്താ പറയുന്നത്? അള്ളാഹുവിന് 2 കൈയുണ്ട്, രണ്ടും വലത്താണ്, ഇടത്തില്ല. ധാരവാദമാണ്, റാഫിളത്തിന്റെ വാദമാണ്. അതെ, അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന വാദം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അന്ന് ഞാൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇൽജാമുൽ അവാം അൻ ഇൽമിൽ കലാം. തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു തആല മുറക്കബും മിൻ ജിസ്മും മുറക്കബും മിൻ അവാദ്, കുറെ അവയവങ്ങൾ കൂടിച്ചേർന്ന ഒരു ജഡമാണ്.
എന്ന് വല്ലവനും വിശ്വസിച്ചാൽ ഫഹു ആബിദു സനമിൻ, അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ച വിഗ്രഹത്തെ ആരാധിക്കുന്നവനാണ്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ആ വിശ്വാസക്കാരൻ കാഫിറുൻ ബി ഇജ്മാഇൽ അയിമ്മത്തി സലഫി മിൻഹും വൽ ഖലഫ്, എല്ലാ സ്വഹാബികളുടെയും ഇമാമിങ്ങളുടെയും അഭിപ്രായത്തിൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അള്ളാഹു കുറെ സാധനങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ഒരു ജഡമാണ് എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറഞ്ഞു. എന്നാൽ അൽമനാറിൽ നിങ്ങൾക്ക് കാണാം 952 അൽമനാർ, അതിലവർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്ക്ക് ഭാഗമുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടില്ല, വിശ്വസിച്ച കാഫിറാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 52 പിന്നീട് അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പിന്നെ പുളിക്കൽ വെച്ച് തീരുമാനം എടുത്തു. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ഇറങ്ങിയതാണ്. ഇതിലെന്താ എഴുതിയത്? അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, 2ഉം വലത്ത് ഇടത്തില്ല എന്ന് പറഞ്ഞു. ഇത് 2007 മെയ്യിലാണ്. 2009 ജനുവരിയിൽ ഇറക്കിയ അൽമനാർ. അതിൽ പിന്നെന്താണ്? അതിൽ പിന്നെ അള്ളാഹുവിന് ഇടത്തെ കൈ ഉണ്ടാവുകയാണ്. അതെങ്ങനെയാണ്? ഇതിൽ കാണാം, അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും? ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. 2007 അള്ളാഹ്ക്ക് ഇടത്തെ കൈയില്ല, 2009 അള്ളാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്. ഇതാണോ ഇസ്ലാമിന്റെ വിശ്വാസം? ഇങ്ങനെയാണോ ഈമാൻ? ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം തകർത്ത് ഈമാനുള്ള മുസ്ലിമീങ്ങളെ ഈമാനിൽ നിന്ന് കുഫ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ പുത്തൻവാദികളായ മൗലവിമാർ. അതിൽ പെട്ടുപോയ സാധാരണക്കാർ, അല്ലാഹുവേ അവർക്ക് നീ സന്മാർഗം കാണിച്ചു കൊടുക്കണേ, പെട്ടുപോയവരെ നീ നന്നാക്കണേ. ഈ സാധാരണക്കാര് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ പ്രസംഗത്തിൽ പറയാറുണ്ട്. ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു, നരകത്ത് കടക്കണോ വെച്ചിട്ട് ഒരാൾ മുജാഹിദാവൂല, നരകത്ത് കടക്കണോ വെച്ച് ജമാഅത്ത് ഇസ്ലാമി ആവൂല, നരകത്ത് കടക്കണോ വെച്ച് തബ്ലീഗ് ജമാഅത്ത് ആവൂല, നരകത്ത് കടക്കണോ എന്ന് തീരുമാനിച്ചിട്ട് ആരും വ്യാജ തരീഖത്താവൂല. പിന്നെന്തേ? അറിവില്ലാത്തത് കൊണ്ട് അവരുടെ നേതാക്കളുടെ വഞ്ചനയിൽ പെട്ടുപോവുകയാണ്. അത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. നമ്മൾ ചീത്ത പറയുന്നില്ല, തെറി പറയുന്നില്ല. ബുദ്ധിയുള്ളവർ ആലോചിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, എന്ത്? മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് മുജാഹിദുകൾ എഴുതിയത് കൊണ്ട് അവരെ നമ്മൾ കാഫറ എന്ന് പറയൂല. അവരാ നിയന്ത്രിക്കാൻ അർത്ഥം മലക്കുകൾ ഇടപെടുന്നു എന്നാണ് എന്ന് നമ്മൾ നല്ല വ്യാഖ്യാനം കൊടുക്കുകയാണ്. അപ്പൊ ഇന്നിപ്പൊ ഞാൻ വരുമ്പോണ്ട ഒരു ക്ലിപ്പ്, വ്യാജത്തരീക്കത്തുകാരൻ്റെ ക്ലിപ്പ്, ആ പേരോട് മാറിയിരിക്കുന്നു, മുജാഹിദിനെ കാഫിറാക്കൂല എന്ന് പറഞ്ഞിട്ട് മുജാഹിദിനെ ഞങ്ങൾ പണ്ട് കാഫിറാന്ന് പറഞ്ഞിരുന്നു. അഹ്ലുസുന്നത്ത് പറഞ്ഞാൽ തന്നെ ലാ നുകഫിറു അഹ്ലൽ ഖിബ്ല, ഖിബ്ലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്നവരെ കാഫിറാണെന്ന് പ്രഖ്യാപിക്കാത്തവരാണ് ഞങ്ങൾ അഹ്ലുസുന്ന എന്നല്ലേ ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അങ്ങനല്ലേ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്? നമുക്ക് പണി കാഫിറാക്കല. നമ്മൾ കാഫിറുവാക്കൂല, മുക്കാഫിറുവാക്കൂല, അരഫിറുവാക്കൂല, ഒരു ഫിറുവാക്കൂല, എന്തോ ഫിറായിക്കോട്ടെ. നമ്മളെ ആശയം എന്താണ്? ആ ആശയം പിഴച്ചതാണ്, അവരുടെ ആശയം പിഴച്ചതാണ്. കാഫിറോ അരഫിറോ മുക്കാഫിറോ അതൊന്നും നമ്മൾ ഫിറാക്കുന്ന പരിപാടിയില്ല. മനസ്സിലായില്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെയാണെന്ന് എല്ലാ കിതാബിലുള്ളതല്ലേ. ഈ വിവരമില്ലാത്തവൻ ക്ലിപ്പ് വെച്ചിട്ട് എന്ത് കാര്യമാണ്? ഓ മുസ്ലിമീങ്ങളെ, റാഫിളത്തിന്റെ മറ്റൊരു വാദമാണ് അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന വാദം. അതന്നല്ലേ ഇവരും പറയുന്നത്. ഞാൻ പഴയ കാലത്ത് ഉമർ മൗലവിന്റെ സൽസബിയിലൊക്കെ വായിച്ചു. എന്നാൽ ഇതിപ്പോ അൽമനാർ 2010 അൽമനാർ. ഈ അൽമനാറിൽ എന്താ പറയുന്നത്? അല്ലാഹ്, ഇതിൽ പറയുന്നത് ഞാൻ 1-2 വായിക്കാം. ആദം നബിയിൽ നിന്ന് അനുസരണക്കേടുണ്ടായി. ആദം നബിയിൽ നിന്ന് അനുസരണക്കേടുണ്ടായിരുന്നു. ആദം നബി മറന്നുപോയി എന്ന് ഖുർആൻ. ഫനസിയ, ആദം നബി മറന്നുപോയി. മറന്നിട്ട് ചെയ്ത അനുസരണക്കേടാ. ഒരാൾ നോമ്പ് നോറ്റ് പോകുമ്പോൾ മറന്നുപോയി, നോമ്പാന്നുള്ളത് മറന്നുപോയി, നല്ലൊരു ജ്യൂസ് കണ്ടപ്പോൾ കുടിച്ചു പോയി, അനുസരണക്കേടാ. അയാൾ നോമ്പ് തന്നെ അറിയൂല, അയാൾ നോമ്പ് തന്നെ അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചാൻസിൽ മനഃപൂർവ്വം കുടിക്കണ്ട കേട്ടോ, മറന്നിട്ട് കുടിച്ചാലാ ഞാൻ പറഞ്ഞത്. ആദം നബി മറന്നുപോയി എന്ന് ഖുർആൻ വിശ്വസിക്കണ്ടേ ഇവര്? പിന്നെ എങ്ങനെ അനുസരണക്കേടാല്? നസിയ എന്നല്ല പറഞ്ഞില്ലേ? ആദം നബി മറന്നുപോയി, അനുസരണക്കേടല്ല, മറന്നുപോയതാണ്. ഇനിയോ എനിക്കണ്ടോ, മാപ്പിരക്കാൻ അർഹമായ തെറ്റ് നൂഹ് നബി ചെയ്തു എന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വല്ലാത്ത വചനങ്ങളിൽ നിന്ന് വ്യക്തമാകല. നൂഹ് നബി തെറ്റിയതോ? അല്ലാഹു തആലാക്ക് കുറെ അമ്പിയാക്കൾ അല്ല പറഞ്ഞേച്ചു, മുർസലിങ്ങൾ പറഞ്ഞേച്ചു. എന്തിന്? ആളുകളെ നന്നാക്കാൻ വേണ്ടി.
അള്ളാഹു ആളുകളെ നന്നാക്കാൻ വേണ്ടി കുറെ മുർസലീങ്ങൾ അയച്ചിട്ട് അവരിങ്ങനെ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഒരാളെ പറഞ്ഞേക്കാൻ കൂടി അള്ളാഹ് അറിഞ്ഞുകൂടാന്നല്ലേ അതിന്റെ മേന? വളഞ്ഞ വടിക്ക് നേരെയുള്ള നേലുണ്ടാവോ? നേരെയുള്ള നേലിട്ടിട്ട് ആദ്യം വടി നേരെയാണ്ട് മനുഷ്യന്മാരെ മുഴുവൻ നന്നാക്കാൻ അള്ളാഹു തആല കുറെ അമ്പിയാക്കളെ പറഞ്ഞു അവരിങ്ങനെ തെറ്റ് ചെയ്യുക. ഒരു മനുഷ്യന് പറയാൻ കഴിയും? ഇതൊങ്ങനെ പറയാൻ കഴിയുന്ന ഈ മൗലവിമാർക്ക് എനിക്ക് മനസ്സിലാകുന്നത്. ഇനി കണ്ടോളെ, മൂസാ നബി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു. മൂസാ നബിയും തെറ്റ് ചെയ്തു. മൗദൂദിയും പറയുന്നുണ്ട് IPH പ്രസിദ്ധ പുസ്തകത്തിൽ, മൂസാ നബി മഹാകുറ്റം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി. കേട്ടാ തോന്നും മൂസാ നബി അക്കാലത്തെ വീരപ്പനാണ് എന്ന് തോന്നും. ഇതാണോ ഇസ്ലാം? ഇനി കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എഴുതുകയാണ് മുജാഹിദ് അൽമനാർ 2010 ജൂലൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ഓ, മൗലവി കണ്ടുപിടിക്കാൻ റസൂലുള്ളാഹിക്ക് പിഴവ് എന്ന് പറയാണ്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹിന്റെ റസൂൽ പിഴച്ചു, എന്നിട്ട് അള്ളാഹ് ആക്ഷേപിച്ചു എന്ന് എഴുതുകയാണ് 2010 ജൂലൈയിൽ അൽമനാർ. എന്റെ സഹോദരന്മാരെ, മുജാഹിദ് സുഹൃത്തുക്കളെ എന്ന് ഞാൻ വിളിക്കട്ടെ നന്നാകാൻ വേണ്ടി. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കൂ. നിങ്ങളെ നേതാക്കൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? നിങ്ങളെ എത്തിക്കുന്നത് എവിടേക്കാണ്? നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം തകർക്കുകയാണ്. നബി തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം തകർക്കുകയാണ്. 6ാം ക്ലാസ് എന്ന് പഠിച്ചതാണ് ഞാൻ ജൗഹറത്തുൽ തൗഹീദ്. മലക്കുകളും അമ്പിയാക്കളും തെറ്റ് ചെയ്യൂല. ആ വിശ്വാസത്തിൽ നിന്ന് വളരെ അകന്നുപോയി. അള്ളാഹു കാക്കട്ടെ. ഞാൻ എന്നെ നീട്ടി സംസാരിക്കുന്നില്ല. 100 വിഷയങ്ങൾ പറയാനുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം തരട്ടെ. സുഹൃത്തുക്കളെ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. അൽഹംദുലില്ലാ, മഴ വന്നെങ്കിലും പെയ്യാതെ നമ്മളെ അള്ളാഹു സഹായിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമുള്ള മഴ നൽകുമാറാകട്ടെ. മഴ ആവശ്യമാണ്. അതേ, അല്ലാഹു തആല തരുന്നതെല്ലാം നിഅമത്താണ്. നമ്മൾ മഴ പെയ്താലും പെയ്തില്ലെങ്കിലും നമ്മളെപ്പോഴും അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അല്ലാഹുവിനാണെന്ന് പറയും. അള്ളാഹു ഉദ്ദേശിച്ച് നടക്കും, ഉദ്ദേശിക്കാത്ത നടക്കൂല. നമുക്കൊരു കംപ്ലൈന്റ് ഉണ്ടാവില്ല. റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യം വറസൂലാ. അള്ളാഹുവേ, സാധുക്കളാണ് ഞങ്ങൾ. ഞങ്ങളെ ഈമാൻ നീ സലാമതാക്കണം അല്ലാ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ഈമാനിനെ തട്ടിയെടുക്കുന്ന യുക്തിവാദിയും നിരീശ്വരവാദിയും മതവിരോധിയും ഖാദിയാനിയും അല്ലാത്ത സാധനങ്ങളും സുബ്ഹാനല്ലാഹ്. അടുത്തിറങ്ങിയൊരു സാധനമുണ്ട്, തനസ്സലുൽ മലായികത്തു എന്ന് ഖുർആനിലുള്ളത് തനസ്സലാന്നാ ഓതണ്ട് എന്ന് പറഞ്ഞൊരു ചങ്ങാതി. തനസ്സലു എന്നല്ല ഓതണ്ട്, തനസ്സലാ. എന്തെല്ലാം കണ്ടുപിടുത്താണ്. എന്താ വാദം? ലൈലത്തുൽ ഖദ്ർ ഇല്ല. അത് പണ്ടുണ്ടായിരുന്നു എന്നാണ്. അന്ന് മലക്കുകൾ ഇറങ്ങിയതാ, ഇറങ്ങൂന്നല്ല. അതിനെന്താ വേണ്ടി? തനസ്സലു എന്നുള്ളത് തനസ്സലാന്നാക്കുക. എന്താണ്? അതൊരു സാധന. അതിന് കുറെ വാദങ്ങളുണ്ട്. ആ വാദം ആരതാ? റാഫിളത്തിന്റെ വാദ. ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞിട്ടുണ്ട്. റാഫിളത്ത് എന്ന് പറഞ്ഞ പുത്തൻവാദികൾ, അവരുടെ വാദമാണ് ലൈലത്തുൽ ഖദ്ർ ഇല്ല എന്ന വാദം. അങ്ങനെ ഏത് പുത്തൻവാദി വരും, ഒന്നുകിൽ റാഫിളത്ത്, അല്ലെ ഖവാരിജി, അല്ലെ മുഅ്തസിലത്ത്. സമഖ്ശരി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അയാൾ എന്ത് പറഞ്ഞു? അതെ, ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതളാ മിർ റസൂൽ. ആ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഔലിയാക്കൾ മറഞ്ഞ കാര്യം അറിയൂല. അതെന്നല്ലേ ഇന്നും മുജാഹിദ് ഓതാറുള്ളത്. ആ സമഖ്ശരി ആരാണ്? അദ്ദേഹം മുഅ്തസിലിയാണ്. മുഅ്തസിലി എന്ന് പറഞ്ഞാൽ ആരാ? അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലിട്ട സാധനങ്ങളാ. അതെ, അഹ്മദ് ഇബ്നു നസ്ർ ഖുസായി തങ്ങളെ തലവെട്ടിക്കൊന്ന ആളുകളാണ്. ഓ സുഹൃത്തുക്കളെ, ആ മുഅ്തസിലത്തിന്റെ വാദമാണ് ഔലിയാക്കൾക്ക് കറാമത്തില്ലെന്ന വാദം. അതേപോലെ തന്നെ ഖബറിൽ ശിക്ഷയില്ലെന്ന വാദം, ഖബറിൽ രക്ഷയില്ലെന്ന വാദം മുഅ്തസിലത്തിന്റെ വാദമാണ്. അത് മുഖ്യധാരാ മുസ്ലിമീങ്ങൾ മുശ്രിക്കീങ്ങളാണെന്ന മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയുടെ വാദം ആരുടെ വാദമാണ്? അത് ഖവാരിജിന്റെ വാദമാണ്. ഖവാരിജ് ആരാണ്? അലി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ, സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോ വാളുകൊണ്ട് തലക്കൊരു വെട്ട് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു കൊന്നു കളഞ്ഞു.
എന്താണ് അവരുടെ വാദം? അലി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്തു എന്നാണ്. ആരാണ് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ? ഭരണം നടത്തുമ്പോ എല്ലാ പള്ളിയിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ആരാധനക്ക് അർഹനില്ല എന്ന് വിളിച്ചു പറയിപ്പിക്കുന്ന അലി ഇബ്നു അബീ താലിബ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അതേ ജീവിതം മുഴുക്കെ യുദ്ധം ചെയ്ത അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ താലിബ് സ്വർഗത്തിലാണെന്ന് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞതല്ലേ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അതാ ശിർക്ക് ചെയ്തു എന്ന് വാദിച്ച് അതിന്റെ പേരിൽ അലി റളിയല്ലാഹു അൻഹു തലക്ക് കൊടുത്തൊരു വെട്ട് കൊന്നുകളഞ്ഞു അലി റളിയല്ലാഹു അൻഹു ഇബ്നുൽ മുൽജിം. അവൻ ഖവാരിജാണ്. മുഖ്യധാര മുസ്ലിമീങ്ങളെ ശിർക്ക് ചെയ്തവരായി പ്രഖ്യാപിക്കുന്നവർ ഖവാരിജിന്റെ അനുയായികളാണ്. അങ്ങനെ മുൻകാലത്ത് ഇവിടെ കഴിഞ്ഞുപോയ ഖവാരിജ്, അതേപോലെ മുർജിയത്ത്, അതേപോലെ റാഫിളത്ത്, അതേപോലെ ശിയഅത്ത്, അങ്ങനെ തുടങ്ങി കുറേ പുത്തൻവാദികൾ ഇവിടെ മുമ്പേ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ വാദങ്ങൾ കോപ്പിയടിച്ചവരാണ് ഇവിടെയുള്ള സർവ്വ മുജാഹിദും ജമാഅത്തും എല്ലാ കക്ഷികളും. അള്ളാഹു എല്ലാവരും ഷർറിൽ നിന്നും കാക്കുമാറാകട്ടെ. തബ്ലീഗ് ജമാഅത്ത് അത് തന്ത്രത്തിലും മുജാഹിദ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ അവരുടെ വലിയ നേതാവായി പറയപ്പെടുന്ന അബുൽ ഹസൻ അലി നദ്വി അദ്ദേഹം തന്നെ കൃത്യമായി എഴുതി. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പറയുന്ന അതേ തൗഹീദിൽ വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങളുടെ സ്ഥാപകൻ അതേ ഇല്യാസ് എന്ന് മാത്രമല്ല, മഖ്ബറയുടെ സമീപത്ത് പോയാലും ഇസ്തിഗാസ ചെയ്താലൊക്കെ മുശ്രിക്കാണ് എന്നതാണ് ഞങ്ങളുടെ തബ്ലീഗ് ജമാഅത്തിന്റെ ആശയം എന്ന് അദ്ദേഹം എഴുതി വെച്ചത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത് സൗദി അറേബ്യയിലുള്ള ആളുകൾ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ വേണ്ടി എഴുതിയതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നിലും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാനിന്റെ വെളിച്ചം ഏറ്റിത്തരണം റഹ്മാനെ. തഖ്വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനെ. മുസ്ലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തുകാർ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. ഒരു പിഴച്ച വാദത്തിലും പെട്ടുപോകരുത്. 5 വഖ്ത് കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ഉമ്മ ബാപ്പമാരെ നന്നായി പരിഗണിക്കണം, ഭാര്യമാർക്ക് നന്മ ചെയ്യണം, അവരെ പീഡിപ്പിക്കരുത്, കുട്ടികൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസയിൽ തന്നെ പഠിപ്പിക്കണം. 20 സിഫത്ത് കുട്ടികളെ പഠിക്കണോ അതിനെ സുന്നി മദ്രസയിൽ പറഞ്ഞേക്കണം. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിന്റെ മദ്രസയിൽ അള്ളാഹ് 20 സിഫത്ത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ശരിയാവില്ല. അള്ളാഹുവിന്റെ വിശ്വാസം ശരിയാകണം. അള്ളാഹുവെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് മഹാനായ കണ്യത്ത് ഉസ്താദ് അള്ളാഹു അവിടുത്തെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ ആലിമീങ്ങൾക്കും അള്ളാഹു തആല ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കണ്യത്ത് ഉസ്താദിൻ്റെ അടുത്ത് പോകുമ്പോൾ ഉസ്താദ് സംസാരിക്കുമ്പോൾ പറയുന്നത് പിടിച്ചിങ്ങെടുത്താലോ എന്ന് നമ്മുടെ കൂടെ ഉള്ള ആള് ചോദിച്ചു. ആരാന്നുള്ളത് ചോദിച്ചു. ബഷീർ മാഷ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല. അത് ഒരു ആലിമിനെയും നിസ്സാരപ്പെടുത്താനോ അവരെ ചതിക്കാനോ പാടില്ല. അങ്ങനെ പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബർക്കത്തിനാണ് പോകുന്നത് എന്ന് ഞാൻ അന്ന് പറഞ്ഞത് ഇന്നും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. നമ്മൾ ആലിമീങ്ങൾ ആരെയും നിസ്സാരപ്പെടുത്തരുത്, ഒരു ആലിമിനെയും അവമതിക്കരുത്. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. അല്ലാഹു അവരെ എല്ലാവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഒരു ഫാത്തിഹയും സൂറത്ത് ഇഖ്ലാസും അതിലിടക്കം കോതിക്കോളിയാ പറയുന്നതിൻ്റെ ഇടക്ക് മരിച്ചുപോയ നമ്മൾ മുമ്പ് ഇവിടെ സംവാദം നടത്തുമ്പോൾ ഇവിടെ ഈ പ്രസംഗം നടത്തുന്ന സമയത്ത് ഉണ്ടായിരുന്ന നമ്മളെ RP അടക്കം ഇല്ലേ, നമ്മളിപ്പോൾ ഇത് കൊടുത്ത ആളെ ബാപ്പ ഇല്ലേനോ, ഞാൻ ഒപ്പര പേര് വൈ പി പെർമിറ്റൊക്കെ വല്ലാതെ ശ്രമിച്ച ഒരാളാണ്.